നമസ്കാരം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സംസ്ഥാന പാതകളിലും ടോൾ വരുന്നു. 50 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവായ റോഡുകളിലാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂസർ ഫീ പിരിക്കുക. ടോൾ ബൂത്തുകൾ ഉണ്ടാകില്ല. AI ക്യാമറകൾ ഉപയോഗിച്ചാകും സംവിധാനം. കെൽട്രോണിനാണ് സാങ്കേതിക ചുമതല. യൂസർ ഫീ പിരിക്കാനുള്ള നിയമം നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ വരും. സംസ്ഥാന പാതകളിലെ ടോൾ പിരിവ് അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചു. ഈ വിഷയമാണെന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ S. ആദികേശവൻ, സാമ്പത്തിക വിദഗ്ധൻ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, CPM, ശ്രീ KP നൌഷാദ് അലി, കോൺഗ്രസ്, ശ്രീ പ്രശാന്ത് മലവയൽ, BJP എന്നിവർ. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പൊതുനിരത്തുകൾ, പൊതു റോഡുകൾ, അത് ജനങ്ങൾക്ക് യൂസർ പേ പ്രിൻസിപ്പിൾ അനുസരിച്ച് നൽകേണ്ടവയല്ല, അവ നിർമ്മിച്ച് നൽകാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റുകളുടേതാണ് എന്നുള്ളതായിരുന്നു CPIM-ന്റെ കാഴ്ചപ്പാട്. ദേശീയപാത അതോറിറ്റി ടോൾ നിരക്ക് ഉയർത്തിയ ഘട്ടങ്ങളിലൊക്കെ CPIM-ഉം അനുബന്ധ സംഘടനകളും സമരം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ഹൈവേയിൽ ടോൾ ഏർപ്പെടുത്താനുള്ള ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ആന്ധ്രയിലെ CPM ഘടകം സമരം ചെയ്യുന്നുണ്ട് എന്നിരിക്കെ ഇതൊരു രാഷ്ട്രീയ നയം മാറ്റം കൂടിയാണല്ലോ. ഇത് രാഷ്ട്രീയമായി എങ്ങനെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തോട് കാണിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധത്തെ, നിഷേധാത്മകമായ സമീപനത്തെ മറികടക്കാം? കിഫ്ബി വഴി കേരളമുണ്ടാക്കിയ ഒരു ബൃഹത്തായ അടിസ്ഥാന സൗകര്യ മേഖലയുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ, കേരളത്തിൻ്റെ വളർച്ചയിൽ വമ്പിച്ച, ഞെട്ടിപ്പിക്കുന്ന, വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് കിഫ്ബിയാണെന്ന് നമുക്കറിയാം. കേരളം എപ്പോഴും ചർച്ച ചെയ്തെന്താണ്? അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപിക്കാൻ നമുക്ക് പണയില്ല. നമ്മുടെ റവന്യൂ വരുമാനം മുഴുവൻ എന്താണ്? ശമ്പളവും പെൻഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്താണ്? സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കണം, ഡൗൺ സൈസിങ് സർക്കാർ ഗവൺമെൻറ് കൊണ്ടുവരണം, സേവന മേഖലകളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം. ഈ അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപം നടത്താൻ കഴിയാത്തത് ഇത്തരം സേവന മേഖലയ്ക്ക് പണം ചെലവാക്കുന്നത് കൊണ്ടാണ് എന്ന വാദമാണല്ലോ ചിരപുരാതന കാലം മുതൽ ഇവിടുത്തെ വലതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, റവന്യൂ വരുമാനത്തിൽ ഉപയോക്താവ് പണം നൽകി ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. താങ്കൾ പറഞ്ഞല്ലോ, സേവനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. സേവനങ്ങളൊന്നും ഫ്രീ അല്ല, യു പേ ആൻഡ് യൂസ്. ആ പേ ആൻഡ് യൂസ് സംവിധാനത്തിലേക്ക് സർക്കാർ അതിന്റെ ഫെസിലിറ്റേറ്ററായി വരുമ്പോൾ താങ്കൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ പറയട്ടെ, സംസ്ഥാന സർക്കാർ ഈ അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപം നടത്താനുള്ള വരുമാനമോ, ആ വരുമാനം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും നമ്മുടെ എല്ലാ വരുമാന നികുതി സാധ്യതകളെയും കേന്ദ്രം കവർന്നെടുക്കുകയാണ്. നമുക്ക് വായ്പ എടുക്കാനുള്ള അവകാശങ്ങളെപ്പോലും ഇല്ലാതാക്കുന്ന കിഫ്ബി ഫണ്ട് പോലും വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ, ഈ സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദമാണ് ഇത്തരം സ്വന്തമായ രീതിയിൽ തന്നെ വരുമാന ഉൽപ്പാദനത്തിനുള്ള വഴി കണ്ടെത്തേണ്ട അവസ്ഥ കിഫ്ബിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കിഫ്ബി വായ്പ എടുത്തിരിക്കുന്ന, കിഫ്ബി നിക്ഷേപം നേടിയിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ തിരിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ തിരിച്ചു കൊടുക്കണമെങ്കിൽ കിഫ്ബിക്ക് വരുമാനം ഉണ്ടാകണ്ടേ? കിഫ്ബിക്ക് വരുമാനം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് ആ രീതിയിൽ അതിലേക്ക് പമ്പ് ചെയ്യാൻ ഒരർത്ഥത്തിലും എന്താണ് വിഭവ സമാഹരണം, പണസമാഹരണം നടത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ, ഈ ആലോചന ഉണ്ടായില്ലേ? കിഫ്ബി എങ്ങനെയാണ് എടുത്ത കടം തിരിച്ചടയ്ക്കുക എന്നുള്ളത് അന്ന് തന്നെ പ്രതിപക്ഷം ചോദിച്ചതാണല്ലോ. അന്ന് തോമസ് ഐസക് എങ്ങനെ അടയ്ക്കും എന്നുള്ളത് വിശദീകരിക്കുകയും ചെയ്തു. അല്ല, തിരിച്ചടക്കാൻ പെട്രോൾ സെസ് തൊട്ട് തിരിച്ചടക്കാൻ നമ്മൾ പെട്രോൾ സെസ് തൊട്ട് നിരവധി വരുമാന വർഗ്ഗങ്ങൾ കിഫ്ബിയിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം ഇന്നത്തെ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ ഈ നേട്ടങ്ങളെ നമുക്ക് സംരക്ഷിച്ച് ഇപ്പോൾ കിഫ്ബി ഇട്ടിരിക്കുന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ കിഫ്ബിയെ ഒരു വരുമാന ഉൽപ്പാദന സംവിധാനമായിട്ട് മാറ്റേണ്ടതുണ്ട്. അത് നയത്തിൽ നിന്നുള്ളൊരു മാറ്റമല്ല. ഇന്നത്തെ സാഹചര്യം, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനം നമ്മളെ നിർബന്ധിക്കുന്ന ഒന്നാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ കേരള സർക്കാർ ആലോചിക്കുന്നു. ആ ആലോചന സ്വാഭാവികമായിട്ട് എന്താണ്? കാലാനുസൃതമായ ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ മാറ്റം ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ, ജനങ്ങൾക്ക് ബാധ്യതകൾ ഉണ്ടാവാതെ എങ്ങനെ ഈ ബൃഹത്തായ നേട്ടങ്ങളെ സംരക്ഷിക്കാൻ, ഈ നേട്ടങ്ങളെ കൂടുതൽ വിപുലപ്പെടുത്താൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. അത് ഒരു വളരെ പരീക്ഷണാത്മകമായ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരിധിക്കകത്തു നിന്നുകൊണ്ടുള്ള വളരെ പരീക്ഷണാത്മകമായ ഒരു ഇടപെടലാണ് ഇടതുപക്ഷം കിഫ്ബി വഴി നടത്തിയത്. കിഫ്ബിയെ നിലനിർത്താൻ, കിഫ്ബിയെ തകർക്കാനാണല്ലോ എല്ലാവരും. BJP-ക്കാർ മാത്രമല്ലല്ലോ. ഇവിടെ എന്താണ്? BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ UP-യുടെ കാലത്തുള്ളൊരു സൗകര്യമാണ്.
നാഷണൽ ഹൈവേ അതോറിറ്റി സ്വന്തമായി വായ്പ എടുക്കുന്ന, സ്വതന്ത്രമായി ഫണ്ട് കണ്ടെത്തുന്ന, നിക്ഷേപം കണ്ടെത്തുന്ന ഒരു സ്ഥാപനമല്ലേ? എന്നാൽ കേരളത്തിലെ ഒരു പൊതുമേഖല ഇത്തരം ഒരു സ്ഥാപനം എന്താണ്, അതിന് സ്വതന്ത്രമായി വായ്പ എടുക്കാനോ പണം കണ്ടെത്താനോ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന തരത്തിൽ അതിനെതിരായിട്ട് എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് നടന്നത്. ആ ദുഷ്പ്രചരണങ്ങളുടെയൊക്കെ ഒരു സാഹചര്യത്തിൽ അത് മുന്നോട്ട് പോയി കേരളം വളരെ കഴിഞ്ഞ ഒരു 5-8 വർഷക്കാലം കൊണ്ട് കേരളം മഹത്തായ നേട്ടങ്ങളാണ് നേടിയത്. ആയിരക്കണക്കിന് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യമാണ് വികസിപ്പിച്ചത്. ഇവിടെ ചോദ്യം ഒന്ന് നയമാറ്റമല്ല എന്ന് താങ്കൾ വിശദീകരിച്ചു. നയമാറ്റമല്ലെന്നല്ല വിശദീകരിച്ചത്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഇങ്ങനെയാണ്, കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം തരുന്നില്ല, ഈ സംവിധാനത്തെ നിലനിർത്തണ്ടേ എന്നുള്ള ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത്. ഓക്കെ, ജനത്തിന്റെ ആംഗിളിൽ നിന്ന് ആലോചിക്കും. ഇപ്പൊ കിഫ്ബിയുടെ വരുമാന മാർഗം താങ്കൾ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ വണ്ടി വാങ്ങുമ്പോൾ കൊടുക്കുന്ന മോട്ടോർ വാഹന നികുതിയുടെ വിഹിതം കിഫ്ബിക്ക് പോകുന്നുണ്ട്. നമ്മളെല്ലാവരും പെട്രോൾ അടിക്കുമ്പോൾ ഉള്ള സെസ് കിഫ്ബിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ വാഹനമുള്ളവനാണല്ലോ വാഹനം എടുത്ത് വീണ്ടും റോഡിൽ ഇറങ്ങുന്നത്. അപ്പോൾ വാഹനം വാങ്ങിയപ്പോൾ കൊടുത്ത മോട്ടോർ വാഹന നികുതി തൊട്ട് പെട്രോൾ അടിക്കുമ്പോൾ ഉള്ള സെസ് വരെ ഈ പറഞ്ഞ റോഡിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളിൽ നിന്നാണ് വീണ്ടും യൂസർ ഫീ പിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡബിൾ ടാക്സേഷനായി. അല്ല അഭിലാഷേ, ഞാനും അഭിലാഷും ആദർശാത്മകമായി അഭിലഷിക്കുന്ന തരത്തിൽ ഒരു നയം ഈ മുതലാളിത്ത വ്യവസ്ഥക്കകത്ത് ഒരു സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാൻ കഴിയുമോ? സംസ്ഥാന സർക്കാരിന് മുതലാളിത്ത നിയോലിബർ നയങ്ങൾ പിന്തുടരുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന് കീഴിലാണ് നമ്മൾ ഇത് നടപ്പാക്കുന്നത്. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എല്ലാ റോഡുകൾക്കും ടോളില്ലേ? ടോളില്ലാത്ത എന്താ ഉള്ളത്? അപ്പോൾ അതൊരു വ്യവസ്ഥാപിത സംവിധാനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരിന് കിഫ്ബി പോലുള്ള ഒരു സംരംഭത്തെ സ്വതന്ത്രമായ ഒരു വരുമാന ഉൽപ്പാദന സ്ഥാപനമാക്കി മാറ്റണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ധനവകുപ്പും ഗവൺമെന്റും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചനയിലാണ്, തീരുമാനമായിട്ടില്ല. നാളെ തീരുമാനം എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അത്തരം ഒരു ആലോചന സർക്കാർ നടത്തുന്നുണ്ട്. ശരി, ശ്രീ നൌഷാദ് അലി, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നാഷണൽ ഹൈവേ പണിയുന്നത്. നാഷണൽ ഹൈവേ പണിയുന്നത് ലോൺ എടുത്തിട്ടാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ടോൾ പിരിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കിഫ്ബി റോഡും പാലവും നിർമ്മിക്കുന്നത് ലോൺ എടുത്തിട്ടാണ്. കിഫ്ബിക്ക് ഒരു റവന്യൂ മോഡൽ ഇല്ല എന്നുള്ളത് പ്രശ്നമാണ്. അപ്പോൾ ഈ കടങ്ങളടക്കം വീട്ടേണ്ടതുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി എങ്ങനെ അവരുടെ വരുമാനം കണ്ടെത്തുന്നുവോ അതുപോലെ കിഫ്ബി വരുമാനം കണ്ടെത്തുന്നു. ജനങ്ങൾക്ക് നല്ല റോഡ് ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ലക്ഷ്യം. അതിൽ തെറ്റുണ്ടോ? നൌഷാദ് അലി കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായി എന്ന് ഞാൻ സംശയിക്കുന്നു. വരാം. ശ്രീ ആദികേശവൻ, സുപ്രീം കോടതിയിൽ ഈ ഓഫ് ബജറ്റ് ബോറോവിങ്ങിനെ സംബന്ധിക്കുന്ന കേരളത്തിന്റെ കേസുണ്ട്. കിഫ്ബിയുടെ റവന്യൂ മോഡൽ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. ഓഫ് ബജറ്റ് ബോറോവിങ് കൂടി പൊതുകടത്തിന്റെ പരിധിയിൽപ്പെടുത്തിയതോടെ കിഫ്ബി വഴി ലോൺ എടുക്കുക, പെൻഷൻ കമ്പനിക്ക് ലോൺ എടുക്കുക തുടങ്ങിയവ FRBM ആക്ട് നിഷ്കർഷിക്കുന്ന ലിമിറ്റിനകത്തേ പറ്റൂ. അതിനപ്പുറത്ത് തോന്നും മാതിരി കടമെടുക്കാൻ പറ്റില്ല ബജറ്റിന് പുറത്ത് എന്നുള്ളതാണ് വസ്തുത. എന്ന സാഹചര്യത്തെ നേരിടാൻ സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളെ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത് നിലവിലെ സാഹചര്യങ്ങളിൽ അഭിലഷണീയമായ, സർക്കാരിനെ സംബന്ധിച്ചൊരു ഓപ്ഷനായി കാണാവുന്ന ഒരു കാര്യമാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അഭിലാഷ്, ഈ യൂസർ ടു പേ ഫോർ സർവീസസ് എന്നുള്ളത് നമുക്ക് തത്വത്തിൽ ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അതായത് പണം മുടക്കിയിട്ട് കിഫ്ബി വഴിയായാലും NHAI നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വഴിയായാലും, കാരണം രണ്ട് ഗവൺമെൻറ്റുകളുടെ കീഴിലാണ്. ഒരെണ്ണം കേന്ദ്രത്തിൻ്റെ കീഴിലും മറ്റേത് സംസ്ഥാന ഗവൺമെൻറ് കീഴിലും. അപ്പോൾ വികസനം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ ടു പേ എന്നുള്ള പ്രിൻസിപ്പിൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ കിഫ്ബി എന്നുള്ള ആശയം ശരിക്കും വന്നപ്പോൾ അതിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഞാനൊക്കെ ചർച്ചകളിലും അങ്ങനെ വലിയ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പൊസിഷനിലല്ല ഞാൻ. പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, അതായത് കിഫ്ബി പൈസ മുടക്കി ഡെവലപ്പ് ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് യൂസർ ഫീസ് നമ്മൾ ഏർപ്പെടുത്തണം. പക്ഷേ യൂസർ ഫീസ് ഏത് തരത്തിലാവണം? മിതമാവണം. അതേപോലെ ഇപ്പോൾ സാധാരണ ടോൾ പിരിവിൽ സാധാരണ പ്രയോഗിക്കുന്ന തത്വമുണ്ടല്ലോ, അതിൻ്റെ അടുത്തുള്ള മേഖലയിലെ വാഹനങ്ങളെയെല്ലാം അതിൽ നിന്നും ഒഴിവാക്കുക. അപ്പോൾ കിലോമീറ്റർ ബേസ്ഡ് ആയിട്ട് അകലെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ടോൾ ഫീ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിപ്പം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല.
പക്ഷേ ധനകാര്യ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യ മേഖലാ വികസനത്തിന് നമുക്ക് വിഭവം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റും അഭിലാഷേ? കാരണം ഇത് കിഫ്ബിയുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പം നമ്മളിപ്പം ഹോസ്പിറ്റലിൽ അഭിലാഷിന് അറിയാമല്ലോ, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് ആ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, എനിക്ക് തോന്നുന്നത് കളക്ടറാണ് അതിൻ്റെ അധ്യക്ഷൻ, എന്തായാലും വിവിധ ആൾക്കാർ അംഗങ്ങളായിട്ടുണ്ട്. അതിലൊരു 10 രൂപയാണ് ഏറ്റവും മിനിമം. 10 രൂപ യൂസർ ഫീ ആയിട്ട് ഏതാണ് OP ടിക്കറ്റിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അത് ഇതേവരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് അത് തുടങ്ങിയിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ നിർത്തേണ്ടി വന്നു. പക്ഷേ ഇതിനൊരു പൊളിറ്റിക്കൽ സമവായം ഇല്ലെങ്കിൽ ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടി, കാരണം 10 രൂപ കളക്ട് ചെയ്താൽ എൻ്റെ ഉദ്ദേശത്തിൽ, എൻ്റെ ഒരു അനുമാനത്തിൽ അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റ്സ് എല്ലാം കുറച്ചുകൂടി വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള പണമെങ്കിലും നമുക്ക് ആ 10 രൂപ OP ടിക്കറ്റിൽ നിന്ന് കിട്ടും. പിന്നെ തീരെ 10 രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാരെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ പിങ്ക്, യെല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ഐഡൻറ്റിഫിക്കേഷൻ പോലെ എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവന്നിട്ട് അത് ഈടാക്കാതിരിക്കാം. കാരണം ഏറ്റവും പാവപ്പെട്ട ആളുടെ ഇന്ന് 10 രൂപ മേടിക്കണ്ട. പക്ഷെ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ 10 രൂപ വലിയൊരു ഭാരം ആവാത്ത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ പോകുമ്പോൾ ആ യൂസർ ഫീ പിരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പം ഞാനിതിനെ ഈ ചർച്ചയെ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പളിനെ, തത്വത്തിനെ കാണുന്നത്, കിട്ടാവുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ സാധ്യതയുള്ള കെൽപ്പുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ടാക്സ് അല്ലെങ്കിൽ ടോൾ അല്ലെങ്കിൽ യൂസർ ഫീ സമാഹരിക്കാതെ ഒരു വികസന മോഡലിനും നിൽക്കാൻ പറ്റില്ല. ഒരു പക്ഷേ കേരള മോഡലിന്റെ ഏറ്റവും കേരളത്തിലെ ഒരു സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക സാഹചര്യം അറിയാമല്ലോ. നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചു പോരുന്ന ആളുകളാണ്. ഇടതുപക്ഷമാണെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന UDF ആണ് എങ്കിലും. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഡ്രാഫ്റ്റ് അനുസരിച്ച് 15 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ANPR സിസ്റ്റം, ഓട്ടോ നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ടെക്നോളജി ഉപയോഗിച്ച് കെൽട്രോൺ വികസിപ്പിച്ച മാതൃകയിലാണ്. ടോൾ ബൂത്തുകളൊന്നുമില്ല. വാഹനം എൻ്റർ ചെയ്യുന്ന, വാഹനം സഞ്ചരിക്കുന്ന ദൂരമനുസരിച്ച് ഓട്ടോമാറ്റിക്കായി പണം ഡിഡക്ട് ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആ മോഡൽ ടോൾ ഗേറ്റുകൾ ഒഴിവാക്കി മാതൃകയാക്കാവുന്നതാണെന്ന് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല, കേരളം പോലൊരു സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു സർക്കാരിന് ഇതൊക്കെ നടപ്പാക്കി പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. പറഞ്ഞോളൂ അഭിലാഷ്. അവസാനം പറഞ്ഞ ഒരു 30 സെക്കൻഡ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ചോദ്യം മനസ്സിലായി. അതായത് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കേരള മോഡൽ ഈ തരത്തിലുള്ള മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കും, അല്ലെങ്കിൽ ഈ പൊതുജനം ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്നുള്ളതാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു അഭിലാഷ്, ഇത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്തുകയും അതേപോലെ വികസനത്തിന്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബിലൈസേഷൻ, സമാഹരണം ശക്തമാക്കാതെ അല്ലെങ്കിൽ കാര്യക്ഷമമാക്കാതെ നമുക്ക് സാധിക്കില്ല. അതാണ് അവിടെ അഭിലാഷ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നാം നോക്കേണ്ടത്. ഇപ്പോൾ പുതിയതായിട്ടുള്ള ടോൾ വഴി നമുക്ക് വിഭവം സമാഹരിക്കാം. പക്ഷേ ഉള്ള വിഭവ സമാഹരണ മാർഗങ്ങളിൽ കൂടി നമ്മൾ കുറെ കൂടി കാര്യക്ഷമമാവണം. അവിടെയാണ് ഈ ചർച്ചയുടെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞപ്പോൾ അഭിലാഷ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ GST കളക്ഷൻ, സ്റ്റേറ്റ്സിൻ്റെ GST കളക്ഷൻ ജനുവരി 25 വരെയുള്ള ഡേറ്റ ഇപ്പോൾ കേന്ദ്രം പുറത്തുവിട്ടിട്ടുണ്ട്. എല്ലാ മാസവും വരുമല്ലോ, എല്ലാവർക്കും നോക്കാവുന്നതാണ്. ജനുവരി 25 വരെ കേരള സംസ്ഥാനത്തിൻ്റെ GST വരുമാനം, IGSTയുടെ ഷെയർ ഉൾപ്പെടെ തോത് വർധനവ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ 6% മാത്രമേ ഉള്ളൂ അഭിലാഷ്. അതേസമയം അഖിലേന്ത്യാ ആവറേജ് 12%. അതായത് അഖിലേന്ത്യാ തലത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും GST വരുമാനം ജനുവരി 25 ആയപ്പോൾ ജനുവരി 24 അപേക്ഷിച്ച് 12% കൂടിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രം GST വരുമാന വർധനവ് 6% മാത്രമേ ഉള്ളൂ. തമിഴ്നാട് ഞാൻ നോക്കിയപ്പോൾ 18%, കർണാടകയുടെ അതേപോലെ ഡബിൾ ഡിജിറ്റ്, തെലങ്കാനയുടെ 9%, ആന്ധ്രാപ്രദേശ് 4%. ആന്ധ്രാപ്രദേശിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. കാരണം തലസ്ഥാനം പോലും എവിടെയാണെന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ. അപ്പോൾ അഭിലാഷ്, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം GST വരുമാനം കാര്യക്ഷമം ആക്കിയാൽ എൻ്റെ അഭിപ്രായത്തിൽ
നമുക്ക് 12 ഈ നാഷണൽ ആവറേജ് എങ്കിലും എത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പൈസ വരും. അതും നമ്മളത്ര കാര്യക്ഷമമല്ല. അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കേണ്ടി വരും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ മാന്ദ്യതയിലാണ് എന്നുള്ളത്. ഈ 2 എക്സ്പ്ലനേഷനല്ലേ ഇതിന് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഈ GST കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നമ്മൾ വിഭവം സമാഹരിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ടോൾ പോലത്തെ പദ്ധതികളിൽ കിഫ്ബിക്ക് വേണ്ടിയുള്ള വിഭവ സമാഹരണം നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കിഫ്ബി അതായത് ബഡ്ജറ്റ് റിസോഴ്സസ് മാത്രം കൊണ്ടുള്ള ഫണ്ടിങ് ആയതുകൊണ്ടാണ് അതിനെ കേരളത്തിൻ്റെ ധനക്കമ്മി കാൽക്കുലേഷന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ പറയുന്നത്. ഇപ്പോൾ NHA പോലെ ടോളിൻ്റെ വരുമാനം കൂടിയുണ്ടെങ്കിൽ ഈ ബഡ്ജറ്ററി സപ്പോർട്ട് ഇപ്പോൾ NHAയ്ക്കും ഉണ്ട്. NHAയ്ക്കും കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്ററി സപ്പോർട്ടുണ്ട്. പക്ഷേ വലിയ ഒരു വരുമാനം ടോൾ പിരിവിൽ വരുന്നു. അപ്പോൾ ആ മോഡൽ അതെ 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 അത് അതെ 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 അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് എന്ത് തീരുമാനമെടുത്തു എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നാലും ഇതിനെ ധനതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ ഒരു വീക്ഷണം അല്ലെങ്കിൽ അഭിപ്രായം. പക്ഷേ KP നൗഷാദ് അലി, കഴിഞ്ഞ ആഴ്ച നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി സംബന്ധിച്ച്. കേരളം 18-ൽ 15-ാം സ്ഥാനത്താണ്. അതിന്റെ മുഖ്യ കാരണം വരുമാന വർധനവില്ലാത്തതല്ല, മറിച്ച് ചെലവ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ ചെലവിന്റെ 64% ശമ്പളം, പെൻഷൻ തുടങ്ങിയ റവന്യൂ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വികസനത്തിന് നീക്കിവെക്കാൻ കഴിയുന്നത് ആകെ ചെലവിന്റെ 8.8% മാത്രമാണ്. അത് ദേശീയ ശരാശരിയേക്കാൾ വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി അത് 14% മുകളിലാണ്. അപ്പോൾ വികസനത്തിന് പണം മാറ്റിവെക്കാൻ കേരളത്തെ സംബന്ധിച്ച് സാധിക്കുന്നില്ല. അപ്പോൾ വഴി ഓഫ് ബജറ്റ് ബോറോവിംഗ് ആണ്. കിഫ്ബി പോലെയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ രൂപീകരിക്കുകയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്തു. അപ്പോൾ ഓഫ് ബജറ്റ് ബോറോവിംഗും സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ കേന്ദ്ര സർക്കാർ പെടുത്തിയത് കൊണ്ട് അതും സാധിക്കാതെ വരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഈ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകും? റോഡും പാലവും ഒക്കെ ഉണ്ടാക്കണമല്ലോ, അതിന് വയബിൾ ആയിട്ടുള്ള ഒരു മോഡൽ വേണം. അപ്പോൾ അങ്ങനെ വയബിൾ ആയിട്ടുള്ള ഒരു മോഡൽ വേണമെങ്കിൽ കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുള്ള റോഡുകൾക്ക് ഒരു റവന്യൂ മോഡൽ ആവശ്യമുണ്ട് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കുന്നു. അതിപ്പോൾ ഇടത് സർക്കാർ ഭരിച്ചാലും BJP സർക്കാർ ഭരിച്ചാലും UDF സർക്കാർ ഭരിച്ചാലും അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നടന്ന് എക്കോണമി ആകപ്പാടെ മൂക്കുകുത്തി വീഴ്ന്നോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുമോ? അഭിലാഷ്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ധനകാര്യ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ, അവർക്ക് സാമ്പത്തിക ഏകോപനം ഇല്ലെങ്കിൽ, അവർ ധൂർത്തും കെടുകാര്യസ്ഥതയും പിൻവാതിൽ നിയമനമൊക്കെ ആയിട്ട് റോമ സാമ്രാജ്യം കത്തിയേരുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിമാരെ പോലെ കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ സംഭവിക്കും. അതിന് ഈ നാട്ടിലെ ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് കരിമ്പിൻ ചണ്ടി പോലെ ആക്കി മുന്നോട്ട് പോകണമെന്ന് ഇവർ തീരുമാനിക്കുന്നുവെങ്കിലും നമുക്ക് എതിർത്തേ തീരൂ. ഇപ്പോൾ ഇവിടുത്തെ വിഷയം നോക്കി, ഇവിടെ ഇപ്പോൾ സെസ് പിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ടോൾ പിരിക്കുന്ന കാര്യമാണല്ലോ ഇവരിപ്പോൾ പുതുതായിട്ട് മുഖ്യമന്ത്രിയൊക്കെ അധ്യക്ഷനായ സമിതി അംഗീകരിച്ച് നടപ്പിലാക്കാൻ നോക്കുന്നത്. ആദ്യം ഇവരൊന്ന് മാപ്പ് പറഞ്ഞു തുടങ്ങട്ടെ. നിങ്ങൾ തെക്കൻ ജില്ലയിൽ നോക്കിയാൽ NH66-ൽ തിരുവല്ലത്ത് ഇവരുടെ സമരം, അതുപോലെ തന്നെ കൊല്ലം ബൈപ്പാസിൽ ഇവരുടെ സമരം, ആലപ്പുഴ ബൈപ്പാസിൽ ഇവരുടെ സമരം, പാലിയേക്കരയിൽ ഇവരുടെ സമരം, എറണാകുളത്ത് ഇരുമ്പനത്ത് ഇവരുടെ സമരം. ഇവർ സമരം ചെയ്യാത്ത ടോൾ പിരിവുകൾ എവിടെയാണുള്ളത്? കേരളത്തിലെ സംസ്ഥാന പാതയിലെ ടോൾ ഇല്ലാതാക്കിയത് ഉമ്മൻചാണ്ടിയുടെ തീരുമാനമാണ്. ഇപ്പോൾ ഇവിടെ കിഫ്ബി ആണല്ലോ ഈ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കിഫ്ബി എന്ന കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമായ ഒരു സ്ഥാപനത്തെ ഇത്തരത്തിലാക്കിയത് ആരാണ് എന്ന് അത് ചർച്ച ചെയ്യേണ്ട ഒരു നേരമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഡബിൾ ടാക്സ് എന്ന് പറഞ്ഞല്ലോ. ഡബിൾ ടാക്സിലെ ട്രിപ്പിൾ ടാക്സ് ആണ് ഇവിടെ ടോൾ പിരിക്കുന്നതിലൂടെ കിഫ്ബി വരുത്തുന്നത്. ഒന്നാമതായിട്ട് അവർ ഇതിൽ നിന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്ററി അലോക്കേഷൻ കിഫ്ബിക്കുണ്ട്, അത് നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ പിന്നെ ഇന്ധനം അടിക്കുമ്പോഴുള്ള സെസ് ഉണ്ട്, റോഡ് നികുതിയുണ്ട്. മൂന്നാമതായിട്ട് ഇപ്പോൾ ടോളും കൂടി പിരിക്കുമ്പോൾ 3 തരത്തിൽ നികുതി കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ഈ രാജ്യത്തെ ഇരകളായിട്ട് മലയാളികളെ മാറ്റാനാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇനി കിഫ്ബിയെ പറ്റി പറയാം. ഈ കിഫ്ബിയിൽ വരുന്ന പദ്ധതികൾ നിയമസഭാ യോഗം കൂടി സാമാജികർ ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതല്ല. ആർക്കും പിൻവാതിലൂടെ കിഫ്ബിയിൽ ASഉം TSഉം ഒക്കെ വാങ്ങാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന മട്ടിൽ MLA-മാരുടെ കത്തിന് പോലും കിഫ്ബിയിൽ പദ്ധതി പാസ്സാകുന്നുണ്ട്. കിഫ്ബി വായ്പ എടുക്കുന്നുണ്ട്. ഈ വായ്പ എടുക്കുന്നത് തത്വദീക്ഷ ഇല്ലാതെയാണ്. 9.72% പലിശ കൊടുത്തിട്ടാണ് ഇവർ മസാല ബോണ്ട് 2019 ഇറക്കിയത്. അതിൻ്റെ ക്രമക്കേടുകളെ പറ്റി വലിയ ചർച്ചയുണ്ട്. മൂന്നാമതായിട്ട് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ് ഇല്ല. സെക്ഷൻ 20 പ്രകാരമുള്ള, സെക്ഷൻ 14ഉം 16ഉം ഒക്കെ പ്രകാരമുള്ള മാൻഡേറ്ററി അല്ലാത്ത ഓഡിറ്റിംഗ് മാത്രമാണ് കിഫ്ബിക്കുള്ളത്. അതുപോലെ തന്നെ കിഫ്ബി ഒരു സമാന്തര സ്ഥാപനമായിട്ട് സ്വകാര്യ കെട്ടിടങ്ങളൊക്കെ വിലക്കെടുത്ത് തോന്നിയ പോലെ വാടക കൊടുത്ത്
ഇഷ്ടം പോലെ പിൻവാതിൽ നിയമനങ്ങൾ ഇഷ്ടക്കാരെ നിയമിച്ച് വലിയ ചെലവേറിയൊരു സംവിധാനമായിട്ട് കിഫ്ബി മാറിയിരിക്കുന്നു. ഇവിടെ PWD നോക്കുകുത്തിയായി പോയി. കിഫ്ബിയിലൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള സ്വകാര്യ നിയമനങ്ങളാണ്. അതുപോലെ തന്നെ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക നീതിയില്ലാത്ത പദ്ധതികളാണ്. PWDയിൽ നമ്മൾ പദ്ധതി കൊണ്ടുവരുമ്പോൾ 13% പദ്ധതി TSPയും ASPയും ഒക്കെയാണ് SC/ST വിഭാഗങ്ങൾക്കുള്ളതാണ്. കിഫ്ബിക്ക് അങ്ങനെ ഒരു മാനദണ്ഡമില്ല. മാത്രമല്ല, യാതൊരു തരത്തിലുള്ള ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇഷ്ടക്കാർക്ക് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ 2016 അമെൻമെന്റോട് കൂടി ഇവർ കിഫ്ബിയെ തങ്ങൾക്ക് ഊറ്റാനുള്ള ഒരു കറവ പശുവാക്കി മാറ്റി. അങ്ങനെ കറവ പശുവാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഓഫ് ബജറ്റ് ബോറോയിങ്ങിന് തടസ്സം ഉണ്ടാവും. അങ്ങനെ കേന്ദ്രവും കേരളവും തമ്മിൽ ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയെപ്പറ്റി ചർച്ച ചെയ്ത് തമ്മിൽ തല്ലി ഇങ്ങനെ പരസ്പരം ഈ നാട്ടിലെ മലയാളികളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അഭിലാഷ് ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. CPM എന്ന പാർട്ടിയൊക്കെ ഇടത് എന്ന വാക്കങ്ങ് തേച്ച് മായ്ച്ച് കളഞ്ഞിട്ട് ഒരു കോർപ്പറേറ്റ് പാർട്ടി എന്ന് വിളിക്കുന്നത് നല്ലത്. 4.5 രൂപക്ക് യൂണിറ്റിന് വൈദ്യുതി കിട്ടുന്ന കരാറുണ്ടാവുമ്പോ അത് റദ്ദ് ചെയ്ത് 12 രൂപയുടെ വൈദ്യുതി മേടിച്ചിട്ട് ആ അധിക ബാധ്യത ഈ നാട്ടിലെ ജനങ്ങളുടെ തലക്ക് മുകളിൽ തുടർച്ചയായിട്ട് 3-ാം വർഷം വരുത്തിയവരാണ് ഇവര് വെള്ളക്കര 40% കൂട്ടുന്നവരാണ്. ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഇന്ത്യക്കാരെ ദ്രോഹിച്ചത്, അതിന് സമാനമായിട്ട് മലയാളികളെ ഈ തുടർ ഭരണത്തിന് ഇത്രമാത്രം വില കൊടുക്കേണ്ടി വന്ന മറ്റൊരു ജനത സ്വതന്ത്ര ഇന്ത്യയിൽ ഈ കേരളീയരല്ലാതെ വേറെ ആരുമില്ല. എന്തൊരു ദുർഗതിയാണിത്. അതിനുശേഷം BJPയിലേക്ക് പോവാം. ഇവിടെ ഇപ്പോ നിലവിലുള്ള സർക്കാരിന് 1.25 വർഷമാണ് കാലാവധി. അതിനുശേഷം വീണ്ടും ഒരു ഇടത് സർക്കാർ വരുമോ, UDF സർക്കാർ വരുമോ എന്ന് നമുക്കറിയില്ല. UDF സർക്കാർ വരും എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ആത്മവിശ്വാസം. കേരളത്തിലെ ഒരു ആന്റി ഇൻകംബൻസിയുടെ ചരിത്രം എടുത്താൽ കൂടുതൽ സാധ്യത UDFനാണ് താനും. ഇപ്പോൾ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ നിയമമാകും. ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ കാര്യക്ഷമമായ തീരുമാനം ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത് പൊതുവെ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഈ റോഡുകൾ മോണിറ്റൈസ് ചെയ്യാനൊരു തീരുമാനമെടുത്താൽ അതിന്റെ ഗുണം യഥാർത്ഥത്തിൽ കിട്ടുക അടുത്ത സർക്കാരിനാണ്. അപ്പോൾ നിങ്ങളുടെ സർക്കാരാണ് അടുത്തത് വരുന്നത് എങ്കിൽ സംസ്ഥാന പാതകളിൽ ടോൾ വാങ്ങാനുള്ള തീരുമാനം റദ്ദാക്കും, ഞങ്ങൾക്ക് ആ ടോൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുമോ കോൺഗ്രസ്? അഭിലാഷ്, ഞങ്ങൾക്ക് അങ്ങനെ കൊലച്ചോറ് തിന്നാനുള്ള ആഗ്രഹമില്ല. ഇവരുടെ കൊലച്ചോറ് തിന്നാനുള്ള ആളുകളല്ല ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ഞങ്ങൾ ഇന്ന് ഇവരുടെ ഈ ടോൾ പിരിവിനെ എതിർക്കുമ്പോൾ നിങ്ങൾ നാളെ അധികാരത്തിലേറിയ ടോൾ പിരിവ് നിലനിർത്തുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സംസ്ഥാന പാതകളിലെ ടോൾ പിരിവ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അവസാനിപ്പിച്ച ഭരണമാണ് 2011-16 ഉമ്മൻചാണ്ടിയുടെ ഭരണം. അദ്ദേഹമാണ് സംസ്ഥാന പാതയിലെ ടോൾ പിരിവ് അവസാനിപ്പിച്ച് കേരളത്തിൽ ദേശീയ പാതയിൽ മാത്രമായിട്ട് ടോൾ പിരിവ് പശ്ചാത്തലമുള്ള ശൈലിയുള്ള ഞങ്ങളോട് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ശരി, ഇവിടെ കിഫ്ബി എന്ന സ്ഥാപനത്തെ ഇത്തരത്തിൽ ഊറ്റിപ്പിഴിയാനുള്ള ഒരു വസ്തുവാക്കി മാറ്റി സംസ്ഥാന സർക്കാരിനെ ബാധ്യതയാക്കി മാറ്റി കേന്ദ്രവുമായിട്ട് സംഘർഷത്തിലേർപ്പെട്ടിവർ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ശരി, ഓക്കെ, വരാം. ശ്രീ പ്രശാന്ത് മലവയൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുന്നത് കൊണ്ടാണ് ഈ പ്രയാസകരമായ തീരുമാനമെടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ് സർക്കാരിന്റെ വിശദീകരണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, എങ്ങനെയാണ് BJPക്ക് സംസ്ഥാന പാതയിൽ ടോൾ പിരിക്കുന്നതിനെ എതിർക്കാൻ കഴിയുക? ദേശീയപാത അതോറിറ്റി ഇതേ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഇതേ മാർഗത്തിലാണ്. ദേശീയപാത അതോറിറ്റി വായ്പ എടുത്തിട്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ പാതയിൽ ടോളുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ സഞ്ചരിക്കുന്ന പാതകളിൽ ടോളുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. ഇപ്പോൾ ദേശീയപാത പൂർത്തിയാവുന്നതോടുകൂടി, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഴുവൻ സ്ട്രെച്ചുകളും പൂർത്തിയാവുന്നതോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് കാസർഗോഡ് വരെ സഞ്ചരിക്കാൻ 2000-2500 രൂപ ടോൾ കൊടുക്കേണ്ടി വരും ദേശീയപാതയിൽ. അപ്പോൾ ടോൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ദേശീയപാതയാണെങ്കിൽ പറ്റും, മറ്റു റോഡുകൾക്ക് പറ്റില്ല എന്നൊരു നിലപാടെടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഇതിൽ ഒന്നാമത്തെ ഭാഗം ഇടതുപക്ഷത്തിൻ്റെ നയം മാറ്റം. ഒരുപാട് കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നയം മാറ്റമാണ്. അവർ നടത്തിയിട്ടുള്ള സമരങ്ങളൊന്നും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു. അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ആത്മാർത്ഥതയില്ലായിരുന്നു. കേരളത്തിലെ ജനങ്ങളെ ഇവർ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവസാനവും വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബ്രൂവറി എടുത്താൽ ഈ ആഴ്ച കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോൾ പിരിക്കാൻ തീരുമാനിച്ചതാണ് എന്ന് മാത്രമേ ഓരോ ആഴ്ചയിലുമുള്ള വ്യത്യാസമുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഒന്ന്.
രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ചതുപോലെ ദേശീയപാതയും അതുപോലെ തന്നെ സംസ്ഥാന പാത, ദേശീയപാതയിൽ ടോൾ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും നിങ്ങളെന്തിനാണ് സംസ്ഥാന പാതയിൽ ടോൾ പിരിക്കുന്നതിന് എതിർക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. കാരണം ഇവിടെ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സെസ് കൊണ്ടുപോകുന്നത് കിഫ്ബിയാണ്. പെട്രോൾ അടിക്കുമ്പോൾ കിട്ടുന്ന അധിക വരുമാനം അത് കൊണ്ടുപോകുന്നത് കിഫ്ബിയാണ്. അവർ അത് വിനിയോഗിക്കുന്നുണ്ട്. ജനങ്ങൾ ടാക്സ് അടച്ചുകൊണ്ട് വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ വരുമാനം കൊണ്ടുപോകുന്ന കിഫ്ബിയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഇന്നലെ വരെ പോയിട്ടുള്ളത് എങ്കിൽ ഇന്ന് അതേ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതേ ജനങ്ങൾ തന്നെ റോട്ടിലിറങ്ങുമ്പോൾ അവൻ്റെ പോക്കറ്റിലുള്ളത് കൂടി പിരിച്ചെടുക്കുന്ന സ്ഥിതിവിശേഷത്തിനെയാണ് ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നത്. ഇത് CPM-ന്റെ നയം മാറ്റമാണ്. ഇത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് BJP പറയുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ കിഫ്ബി വന്നത് എങ്ങനെയാണ്, കിഫ്ബിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അമെൻമെൻ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ കേന്ദ്രം വരിഞ്ഞു മുറുക്കിയത് കൊണ്ടാണ് കിഫ്ബിയിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ മാറ്റേണ്ടി വന്നത് എന്ന് പറയപ്പെടുമ്പോൾ 1999 ഉണ്ടാക്കിയിട്ടുള്ള കിഫ്ബി 2016 അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അമെൻമെൻ്റ് ഉണ്ടാക്കി ഇത് മാറ്റിമറിച്ചുകൊണ്ട് ഇതൊരു അതായത് രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര സംവിധാനത്തിൽ നിന്ന് അതിൻ്റെ ഒരു 3% മാത്രമേ കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വസ്തുത മാറ്റിവെക്കുന്നതിന് വേണ്ടി കിഫ്ബി പോലുള്ള സംവിധാനത്തെ ഒന്നുകൂടി തട്ടിക്കൂട്ടി എടുത്തുകൊണ്ട്, കിഫ്ബി എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും സംവിധാനം, മുഖ്യമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ. താങ്കൾ പറഞ്ഞ ഇപ്പോ നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പാതയ്ക്ക് ടോൾ പിരിക്കുന്നത് സാധാരണമാണ്. ഇവിടെ കിഫ്ബിക്ക് വേണ്ടി പെട്രോളിന്റെ സെസ് ഈടാക്കുന്നില്ലേ എന്ന് ചോദിച്ചു. നമ്മുടെ പെട്രോളിയം നികുതി ഒന്ന് വിഘടിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബേസിക് എക്സൈസ് ഡ്യൂട്ടി ₹1.80 മാത്രമേ ഉള്ളൂ. ബാക്കി നോക്കൂ, റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് സെസ് ആണ് ₹8 എന്ന് പറഞ്ഞാൽ ഞാൻ 1 ലിറ്റർ പെട്രോൾ എടുക്കുമ്പോൾ ₹8 റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ സെസ് ആയിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ദേശീയപാതയിൽ വീണ്ടും ടോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ് ₹7.60. അപ്പൊ ഇത് ഇന്ത്യയിലെ മോഡൽ ഇങ്ങനെ തന്നെയാണ്. അത് കേരളത്തിൽ മാത്രമായി വരുന്നതല്ല. വേണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിന് വേണമെങ്കിൽ നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാമായിരുന്നു എന്നാണ്. ഈ കിഫ്ബി തുടങ്ങിയത് മുതൽ ഇടതുപക്ഷ നയങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ കർണാടകത്തിലുള്ള പെട്രോളിന്റെ വിലയാണോ ഇവിടെയുള്ളത്? തമിഴ്നാട്ടിലുള്ള പെട്രോളിന്റെ വിലയാണോ ഇവിടെയുള്ളത്? മഹാരാഷ്ട്രയിലുള്ള പെട്രോളിന്റെ വിലയാണോ ഉള്ളത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം അധിക തുക ഈടാക്കുന്നത്? എന്തിനാണ് അത് കൊണ്ടുപോകുന്നത്? ആരാണ്? ഈ കിഫ്ബി പോലുള്ള സംവിധാനമല്ലേ കൊണ്ടുപോകുന്നത്? അവിടെയാണ് ചോദ്യം. അധിക തുക ഈടാക്കും. സ്വാഭാവികമായിട്ടും രാജ്യത്തുള്ള നിയമത്തിന് അധികമായി ഓൾറെഡി കേരളത്തിലെ ജനങ്ങൾ ഇവിടെ അധിക നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ റോട്ടിലിറങ്ങുന്നവന്റെ പോക്കറ്റിൽ നിന്ന് പിന്നെയും വാരിയെടുക്കുന്നതിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഡബിൾ ടാക്സേഷൻ. എന്തുകൊണ്ട് പെട്രോൾ സെസ് പിന്നെയും അതിനുശേഷം വീണ്ടും മനുഷ്യർ എന്തുകൊണ്ട് ഇതുപോലെ ടോൾ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ആണെങ്കിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഒന്നാം പിണറായി സർക്കാർ 2016 അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്ത് ചില സംസ്ഥാന പാതകളിൽ, പാലങ്ങളിൽ ടോൾ പിരിവ് ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഒരു ഉദാഹരണമാണ്. M സ്വരാജ് തൃപ്പൂണിത്തുറയുടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ സംസ്ഥാന പാതകളിലെ ടോൾ പിരിവ് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, തൃപ്പൂണിത്തുറ മിനി ബൈപ്പാസിലെ ടോൾ പിരിവ് അടക്കം അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ, സംസ്ഥാനത്തെ എല്ലാ പാതകളിലുമുള്ള സംസ്ഥാനത്തെ ടോൾ പിരിവ് അവസാനിപ്പിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളിത് ഡെലിവർ ചെയ്ത് കാണിച്ചിരിക്കുന്നു എന്ന് ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ആ മോഡൽ പറ്റുന്നില്ല. രണ്ടാം പിണറായി സർക്കാർ ആകുമ്പോൾ അന്ന് സംസ്ഥാന പാതകളിൽ യാതൊരു തരത്തിലുള്ള ടോളും വേണ്ട എന്ന് തീരുമാനിച്ചത് നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സമ്മതിക്കണ്ടേ? സ്വാഭാവികമായും. അഭിലാഷേ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നൗഷാദ് അലിയും BJPയുടെ പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. 1991 ശേഷം 92, 93 കാലത്താണെന്ന് എൻ്റെ ഓർമ്മ, നാഷണൽ ഹൈവേ അതോറിറ്റി നിയമത്തിൽ അമെൻമെൻ്റ് ഉണ്ടാകുന്നത് കോൺഗ്രസ് സർക്കാരാണ് കൊണ്ടുവന്നത്. അന്ന് പാർലമെൻറ്റ് ഞങ്ങളോടൊപ്പം നിന്ന് അതിനെ എതിർത്തവരാണ് BJPക്കാർ. അതായത് നാഷണൽ ഹൈവേ ബൂട്ടടിസ്ഥാനത്തിൽ ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ എന്ന വ്യവസ്ഥയിൽ നാഷണൽ ഹൈവേ സ്വകാര്യവൽക്കരിക്കാനുള്ള, അതിന് ടോളുകൾ ഏർപ്പെടുത്താനുള്ള ഈ നിയമത്തിലെ മാറ്റത്തെ
BJPക്കാരും അന്ന് പാർലമെൻറ്റ് നിർത്തിയിട്ടുണ്ട്. പക്ഷേ BJP അധികാരത്തിൽ വരുമ്പോഴേക്ക് എന്താണ്, കോൺഗ്രസ് കൊണ്ടുവന്ന ഈ ലിബറലൈസേഷൻ നാഷണൽ ഹൈവേ അതോറിറ്റി നിയമം അവരേറ്റവും തീവ്രഗതിയിൽ നടപ്പാക്കുകയാണ് ചെയ്തത്. അവരവൻ്റെ ഏറ്റവും വലിയ വക്താക്കളാവുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥക്കകത്ത് നമ്മുടേതുപോലുള്ള രാജ്യത്ത് കേന്ദ്ര ഭരണാധികാരം കൈയാളുന്നവരിലാണ് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നികുതി വരുമാനത്തിൻ്റെ മഹാഭൂരിപക്ഷവും കേന്ദ്രീകരിക്കുന്നത്. ആ പണം മുഴുവൻ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ പെട്രോൾ സെസ്, പെട്രോൾ നികുതി, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്ക് പോകുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതെന്താണ് ചെയ്യുന്നത്? ഈ രാജ്യത്ത് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് ബാങ്കുകളെ പറ്റിച്ച് മുങ്ങി നടക്കുന്ന കുത്തക കുടുംബങ്ങളുടെ കടമെഴുതി തള്ളുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണോ കേന്ദ്ര വരുമാനത്തിൻ്റെ വലിയ ഭാഗം ചെലവാക്കുന്നത്? ഈ നിർമ്മലാ സീതാരാമൻ ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ച ബജറ്റ് നോക്കൂ. ഏത് മേഖലയിലാണ് നിക്ഷേപമുള്ളത്? രാജ്യത്തിൻ്റെ സമ്പത്ത് ഉത്പാദനത്തിൻ്റെയോ സേവന മേഖലകളുടെയോ ഏതെങ്കിലും നിർണായക മേഖലകളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിക്ഷേപമുണ്ടോ? ജനങ്ങളുടെ കൈകളിൽ പണമെത്തിക്കാനുള്ള എന്തെങ്കിലും പദ്ധതിയുണ്ടോ? അപ്പോൾ ഈ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ കടുത്ത വക്താക്കളായ മാന്യന്മാർ, രണ്ട് സുഹൃത്തുക്കളും വളരെ അടുത്ത ആളാണ് നൗഷാദ് അലി എൻ്റെ, ഈ രണ്ടാളുകളും ഇവിടെ വന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ്, നൗഷാദ് അലി മറന്നു പോകരുത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്തിട്ടുണ്ട്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഉണ്ടാക്കി. നിങ്ങൾ ഈ സംസ്ഥാനത്ത് റോഡുകൾക്കും പാലങ്ങൾക്കും ടാക്സ് പിരിക്കാൻ തീരുമാനിച്ചു, ടോൾ പിരിക്കാൻ തീരുമാനിച്ചു. ഇന്നും കേരളത്തിലെ പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ പല പാലങ്ങൾക്കും എന്തുണ്ട്? ഈ ടോൾ ചുങ്കം പിരിവുണ്ട്. നൗഷാദ് അലി ഏത് ലോകത്താണ് ജീവിക്കുന്നത്? മലപ്പുറത്തല്ലേ? എത്ര പാലങ്ങളെ ഇതൊക്കെ ഇല്ലാതാക്കാൻ, ഇതൊക്കെ നിർത്താൻ പിണറായി വിജയൻ സർക്കാരാണ് പറഞ്ഞത്. പക്ഷെ പിണറായി വിജയൻ സർക്കാർ, കേരളത്തിലെ ഇടതുപക്ഷം നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ്? ഈ കേന്ദ്ര ഭരണ ഇതിനകത്ത് നിന്നുകൊണ്ടാണ് നിയോ ലിബറലിസത്തിനെതിരായിട്ട് കേരളത്തിൻ്റെ ഒരു ബദൽ നയം മുന്നോട്ട് വെച്ചത്. ആ ബദൽ നയം നടപ്പാക്കുമ്പോൾ ക്ഷേമോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അഭിലാഷ് ചോദിച്ചില്ലേ നൗഷാദ് അലിയോട്, കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 64% ശമ്പളവും പെൻഷനും. അത് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിൻ്റെ അതിശക്തമായ ഒരു ക്ഷേമരാഷ്ട്രഘടനയുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാനാണ് കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ വലിയ ഭാഗം ചിലവാക്കേണ്ടി വരുന്നത്. അതെന്താണ്? ഇവിടുത്തെ വെൽഫെയർ സ്റ്റേറ്റ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആ വെൽഫെയർ സ്റ്റേറ്റ് സ്ട്രക്ചർ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കൈകളിലേക്ക് വരുന്ന പണം ചികിത്സയായി, വിദ്യാഭ്യാസമായി ഏറ്റവും ഉയർന്ന സൗകര്യം വിദ്യാർത്ഥികൾക്കും രോഗികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കാര്യത്തിലൊന്നും ആർക്കും ഒന്നും മറച്ചു വെക്കാനാവില്ല. കോവിഡിൻ്റെ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. ഈ ഡൽഹിയിലൊക്കെ തന്നെ ആയിരങ്ങൾ ഈ വെന്റിലേറ്റർ സൗകര്യമില്ലാതെ, പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിച്ചപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാം ശ്വാസമടക്കി പിടിച്ച് സാക്ഷികളായ കാര്യമാണ്. ഓരോ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും വാർത്തകൾ വരുമ്പോൾ എന്തായിരുന്നു നമുക്ക് കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതി? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഒരു രാത്രി വെളുത്തപ്പോൾ ഉണ്ടായതല്ല. പരമ്പരാഗതമായി തന്നെ കേരളം മനുഷ്യ വിഭവ സൂചികയിൽ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസും നല്ല സാമൂഹ്യ സാഹചര്യവും നമ്മുടെ ഒരു മേന്മയും അസറ്റുമാണ്. ഒക്കെ ശരിയാണ്. തുടങ്ങിയത് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഇപ്പോഴത്തെ നില എന്താണ്? നിങ്ങൾ ഒന്നാം പിണറായി സർക്കാർ ഒരു നയം പറഞ്ഞു. 2019 തോമസ് ഐസക് കൃത്യമായും നിയമസഭയിൽ 2019 ഡേറ്റ് ഞാൻ മറന്നുപോയി, ഞാൻ നോക്കിയെടുത്തിട്ട് പറയാം. 2019 തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞത് ഒരു തരത്തിലുള്ള യൂസർ ഫീയും കിഫ്ബി വഴിയും നടപ്പാക്കുന്ന ഒരു പദ്ധതിയിൽ ഉണ്ടാവില്ല എന്നാണ്. അത് പിരിക്കേണ്ടി വന്നു. ഞങ്ങൾ സംസ്ഥാന റോഡിൽ ടോൾ പിരിക്കില്ല എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ നയവും പ്രഖ്യാപനവും നേട്ടവുമായി ആഘോഷിച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്. അപ്പോൾ ഈ പറഞ്ഞ ആഘോഷങ്ങളുടെ ഒക്കെ ശീർഷാസന കാഴ്ച നമ്മൾ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തിൽ കാണുമ്പോൾ ഞങ്ങൾ തിരുത്തുകയാണ് എന്നെങ്കിലും ഏറ്റവും കുറഞ്ഞത് പറയേണ്ടി വരില്ലേ? കുനിഞ്ഞു പോട്ടെ അഭിലാഷേ, ഈ കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയുടെ സൂചികകൾ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. കിഫ്ബി പോലെ തന്നെ ബൃഹത്തായ ചില സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയിട്ടുണ്ട്. ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ? ഭൂവികേന്ദ്രീകരണം നടക്കുകയും ആളുകളെ ഭൂമിയുടെ ഉടമകളാക്കുകയും അതെല്ലാം തന്നെ നമ്മുടെ ഉൽപ്പാദന മണ്ഡലത്തിൽ ഉണ്ടാക്കിയ വലിയ സാമൂഹ്യവൽക്കരണം, നമ്മുടെ സാർവത്രിക വിദ്യാഭ്യാസം ഉണ്ടാക്കിയ നേട്ടങ്ങൾ, ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ മുൻകൈയിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ മുൻകൈയിൽ കേരളത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്. ഇതിനെയെല്ലാം അധികാരം കിട്ടിയ എല്ലാ അവസരങ്ങളിലും അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് ഇവിടുത്തെ വലതുപക്ഷത്തിൻ്റെ ഒരു രൂപമായിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എന്ന് നമുക്കറിയാം. 1991 ഇവിടെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കും. അന്നത്തെ പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്ന ഡോക്ടർ V രാമചന്ദ്രനെ എന്താണ്
ചെലവ് ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു റിസോഴ്സസ് കമ്മീഷൻ നിയോഗിച്ചിരുന്നു. ഡോക്ടർ വി രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് എന്താ വന്നത്? എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ റിപ്പോർട്ടുണ്ട്. മോർച്ചറിയിൽ ശവം സൂക്ഷിക്കുന്നവരെ ഫീസ് ഈടാക്കാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാർ ആശുപത്രികൾക്ക് പണം ചെലവാക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. സർക്കാർ ആശുപത്രികളെല്ലാം എന്താണ്, കോസ്റ്റ് റിക്കവറി സ്കീമിലേക്ക് പോകണം. നമ്മളതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴും എന്താണ്, കേന്ദ്ര നയങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് വൈഷമ്യങ്ങളുണ്ട്. അത്തരം ഒരു വൈഷമ്യമാണ് ഇന്ന് കിഫ്ബി നേരിടുന്നത്. അതിനെ എങ്ങനെ അതിജീവിക്കാം, കിഫ്ബിക്ക് എങ്ങനെ സ്വതന്ത്രമായ ഒരു വരുമാന ഉൽപ്പാദന സംവിധാനം ഉണ്ടാക്കാം, ഇതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് ആലോചനയിൽ മാത്രമാണ്. ഇതങ്ങ് തീരുമാനിച്ച് നടപ്പാക്കി എന്നൊന്നും ഈ ചർച്ചയിൽ അഭിലാഷ് സ്ഥാപിക്കരുത് ദയവ് ചെയ്തിട്ട്. സർക്കാരിൻ്റെ ഒരു ആലോചന, ഇതൊരു സാധ്യതയാണ്. ആ സാധ്യത എന്താണ്? ഇതിനെ തകർക്കരുത്, ഇതിനെ നിലനിർത്തണം, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ആലോചനയിലാണ് ഇപ്പോ മുഖ്യമന്ത്രി തന്നെ പ്രപ്പോസ് ചെയ്തതാണ്. ഇടതുമുന്നണിയിൽ അത് നടപ്പാവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. താമസം വിനാ തന്നെ ഈ കാര്യം നടപ്പാവുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. അതൊരു ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. അത് തീരുമാനമാവട്ടെ, അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ശരി, ഇപ്പൊ അതൊരു ആലോചനയാണ്, ഒരു പ്രപ്പോസലാണത്. ശ്രീ ആദികേശവൻ, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച്, ഇപ്പൊ കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് നീതി ആയോഗിന്റെ റിപ്പോർട്ടുണ്ട്. കേരളത്തിന്റെ വരുമാന വർധനവുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 26% വർധനവ് നികുതി വരുമാനത്തിലുണ്ട്, 43% വർധനവ് നികുതിയേതര വരുമാനത്തിലുണ്ട്. പക്ഷേ ചെലവ് അതിനേക്കാൾ വർദ്ധിക്കുന്നത് കാരണം ബാലൻസ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി 15ാം സ്ഥാനത്ത്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 15ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. ഡെപ്റ്റ് ടു GSDP റേഷ്യോ വഷളാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു സാഹചര്യം നേരിടുന്ന സമയത്ത് കൂടുതൽ പണം ഉണ്ടാക്കുക, സേവനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫീസിന് വിൽക്കുക എന്ന സമീപനത്തിലേക്ക് സർക്കാർ പോകേണ്ടി വരില്ലേ? പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ചൊരു ടഫ് ഡിസിഷനാണ്. ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. പക്ഷെ അടുത്ത വർഷം ഇലക്ഷനാണ് എന്ന പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ സേവനങ്ങൾക്ക്, അതിപ്പോൾ നേരത്തെ താങ്കൾ ഈ ആരോഗ്യരംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു നേതാവിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. 5 രൂപയുടെ നോട്ട് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് 10 രൂപ യൂസർ ഫീ ആക്കിയതെന്ന്. അല്ലാതെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ 10 രൂപ OP ടിക്കറ്റിന് കൊടുക്കട്ടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലില്ല. അപ്പോൾ ഈ പറഞ്ഞ എക്കോണമി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മൊത്തം ചെലവിന്റെ 64% റവന്യൂ ചെലവുകൾക്ക് നീക്കി വെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ വികസനത്തിന് മൊത്തം ചെലവിന്റെ വെറും 8% മാത്രം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിൽ ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ആരെ എങ്ങനെ എടുക്കും? അതാണ് അഭിലാഷ് ഞാൻ പറഞ്ഞത്. ഈ മാതിരി കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടാവാതെ ഇത് നടപടിയെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആലോചിക്കേണ്ടത് ശരിക്കും ഏത് രാഷ്ട്രീയ കളറുള്ള ചായവുള്ള സർക്കാർ വന്നാലും എങ്ങനെ പൊതുവിഭവ സമാഹരണം കാര്യക്ഷമമായിട്ട് എങ്ങനെ നടത്താം, ചെലവിൻ്റെ മേഖലയിൽ കാര്യക്ഷമത കൂടുതൽ എങ്ങനെ ഉറപ്പാക്കാം, വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള മോഡലിൽ തന്നെ അഭിലാഷ് നമുക്കൊരു കാര്യം നമുക്ക് നോക്കേണ്ടത്, ഇപ്പോൾ 62 ലക്ഷം പേർക്കാണ് നമ്മൾ വെൽഫെയർ പെൻഷൻ 1600 രൂപയുടെ കൊടുക്കുന്നത് സംസ്ഥാനത്തിൽ. അതേസമയം നമ്മുടെ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരവും നമ്മൾ സാധാരണ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യം, ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയുള്ള ആൾക്കാരുടെ സംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. അങ്ങനെ വരുമ്പോൾ ഈ മൊത്തം പോപ്പുലേഷൻ്റെ ജനസംഖ്യയുടെ 20% ആൾക്കാർക്ക് നമ്മൾ സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം എങ്ങനെ വരും? ഇത് ലോജിക്കലൊരു ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നത് ഈ ഇടയ്ക്ക് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ വരെ ഈ മാതിരിയുള്ള ഒരു പോയിന്റ് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നു. അത് വേറൊരു കാര്യം. ഇനി ഈ 62 ലക്ഷം പേർക്ക് സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ 27-28 ലക്ഷം പേർക്ക് ത്രൂ അക്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. കേന്ദ്രം ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി പൂർണ്ണമായിട്ടും അക്കൗണ്ട് വഴി, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അതിൽ വേറെ അനർഹരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാനുള്ള സാധ്യത കുറയുന്നു. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ 62 ലക്ഷം പേർക്കും അക്കൗണ്ട് വഴി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നില്ല? സോ ദാറ്റ് ഈ ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഇതിനിടയ്ക്ക് CAG റിപ്പോർട്ട് വന്നല്ലോ, കുറേ മേഖലയിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? ശരിക്കും വിഭവ സമാഹരണത്തിൽ കാര്യക്ഷമതയുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ GST കളക്ഷനും മറ്റുള്ള ടാക്സ് കളക്ഷനും നമുക്ക് നടത്താൻ സാധിക്കും. അതേപോലെ ചെലവിലും കാര്യക്ഷമത കുറച്ചുകൂടി വരുത്താമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മിനിമം നമ്മൾ ചെയ്യേണ്ടത് ഈ സോഷ്യൽ വെൽഫെയർ പെൻഷൻ ത്രൂ അക്കൗണ്ട് കൊടുക്കൂ. കേരളത്തിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ.
കാരണം സമ്പൂർണ്ണ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടന്ന സംസ്ഥാനമാണ് ഏകദേശം. അപ്പോൾ അതേപോലത്തെ തീരുമാനങ്ങൾ അഭിലാഷ് പറഞ്ഞതിലേക്ക് തന്നെയാണ് ഇത് വരുന്നത്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള ലാഭനഷ്ടങ്ങൾ നോക്കാതെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തി ധനകാര്യ മാനേജ്മെൻറ്റ് കാര്യക്ഷമത കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്തെല്ലാം നടപടികൾ നമുക്ക് വിഭവസമാഹരണം കൂട്ടാനും ചെലവിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ടാർഗറ്റഡ് ആയിട്ടുള്ള ഈ ക്ഷേമ പെൻഷൻ അടക്കം നമുക്ക് നടത്തുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ മിക്കവാറും കാണുന്നത് ഇതിൻ്റെ ചർച്ച വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് വിവിധ പാർട്ടികൾ എടുക്കുന്നു. അങ്ങനെ പൊതുവെ ഒരു സമവായം നമ്മുടെ നാട്ടിൽ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമവായം പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ശരി, അവിടെ ശ്രീ കെ പി നൗഷാദ് അലി, ഇപ്പോൾ LDF UDF എന്നുള്ളത് മാറ്റിവെക്കൂ. പ്രതിവർഷം 55,000 കോടി രൂപയാണ് ഇപ്പോഴത്തെ നിലയിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ശമ്പളം പെൻഷൻ മാത്രമല്ല പലിശയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ 64% എന്ന് പറഞ്ഞത്. പലിശ എന്നുള്ളത് വിട്ടുപോയെന്ന് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി ചേർത്തിട്ടുള്ള റവന്യൂ ചെലവ് എന്നുള്ള അർത്ഥത്തിലാണ് 64% പറഞ്ഞത്. നമ്മുടെ സ്റ്റേറ്റ് GSDPയും കടവും തമ്മിലുള്ള അനുപാതം വളരെ ഉയർന്നു നിൽക്കുകയാണ്. 37% ഡെപ്റ്റ് ടു GSDP റേഷ്യോ. അപ്പോൾ ഇത് തീർത്തും അനാരോഗ്യകരമായിട്ടുള്ള ഒരു സമ്പദ്സ്ഥിതിയാണ് കേരളത്തെ സംബന്ധിച്ച്. ഇതാണ് അടുത്ത സർക്കാർ ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സർക്കാർ ആര് ഭരിച്ചാലും ഈ ബാഗേജ് അവിടെ ഉണ്ടാവും. നിങ്ങൾ ആയിരിക്കും ഭരിക്കുക എന്ന് വെറുതെ വിചാരിക്കൂ. ചിലപ്പോൾ നിങ്ങളാവാം, അല്ലെങ്കിൽ അവരാവാം, വാട്ടെവർ. പക്ഷെ വരുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഈ ഭാരം അവിടെ നിൽക്കുകയാണ്. അപ്പൊ കേരളം ഇതുപോലെ എത്ര കാലം പോവും? കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഈ എങ്ങനെ പുതിയ തരത്തിൽ പണം ഉണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ ഉപയോഗിക്കേണ്ടി വരില്ല. ഇപ്പൊ റോഡ് എന്ന് പറയുന്നത് കേരളം നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ AI ക്യാമറ സംവിധാനം വഴി വളരെ രാജ്യത്തിന് തന്നെ മാതൃകയാകാൻ കഴിയുന്ന വിധത്തിൽ ANPR സിസ്റ്റം നടപ്പാക്കാൻ കഴിയും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ കാറുള്ള ആൾ, ഇപ്പൊ നമുക്ക് 15 കിലോമീറ്റർ വരെയുള്ള തദ്ദേശീയരെയും ഓട്ടോറിക്ഷ, ബൈക്ക്, വളരെ സാധാരണക്കാരായ ആളുകളുടെ ചെറിയ വണ്ടികൾ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കിയാൽ കാറുള്ള ആള് സംസ്ഥാന പാതയിലൂടെ പോകുമ്പോൾ ഒരു 15 രൂപ ടോള് കൊടുക്കട്ടെന്ന്. അതുവഴി തന്നെ സർക്കാരിന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ വരുമാനം വളരെ കൂടുതലായിരിക്കില്ലേ? ഇനിയുള്ള കാലത്ത് 2026 ശേഷമുള്ള കാലം മാത്രം താങ്കൾ ആലോചിക്കൂ. ഇനിയുള്ള കാലത്ത് നമ്മൾ എവിടെ നിന്നും പണം വേണ്ട, നമ്മൾ സമ്പൂർണ്ണമായ വെൽഫെയർ ആണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ശ്രീ നൗഷാദ് അലി, അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ നൗഷാദ് അലി കേൾക്കാമോ? ഇല്ല. ശ്രീ ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കട്ടായി പോയിരുന്നു. ഇപ്പൊ വീണ്ടും ഒന്ന് ഹ്രസ്വമായി ആവർത്തിച്ചാൽ. ഓക്കെ, ഞാൻ ആവർത്തിക്കാം. എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ സർക്കാർ 2026 പുതിയൊരു സർക്കാർ വരും. LDFന്റെ സർക്കാരാകാം, UDFന്റെ സർക്കാരാകാം. ഏത് സർക്കാരാണെങ്കിലും ഇപ്പോഴുള്ള നമ്മുടെ സമ്പദ്സ്ഥിതിയെയാണല്ലോ ആ സർക്കാർ ഒരു ബാഗേജ് പോലെ പിന്തുടർന്ന് വഹിക്കേണ്ടത്, ഇൻഹെറിറ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ സാമ്പത്തിക സ്ഥിതിയാണ്. അത് വഷളായ ഒരു അവസ്ഥയിലാണ്. വഷളായ അവസ്ഥ എന്ന് പറയുമ്പോൾ നോക്കൂ, നമ്മുടെ ധനസ്ഥിതിയെ സംബന്ധിച്ച് വലിയ വെൽഫെയർ മെഷേഴ്സിന്റെ വലിയ ഭാരമുണ്ട്, വലിയ ബ്യൂറോക്രസി നമുക്കുണ്ട്. അതിനൊന്നും ഡൗൺ സൈസ് ചെയ്യാനൊന്നും പറ്റില്ല. പെൻഷൻ കൊടുക്കാതിരിക്കാനോ ശമ്പളം കൊടുക്കാതിരിക്കാനോ പറ്റില്ല. ഓഫീസുകൾ ഒഴിവാക്കുകയോ കട്ട് ചെയ്യുകയോ ഒന്നും പറ്റില്ല. അതൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പണം വേണം. ഇപ്പോൾ നികുതി വരുമാനം ഉയരുന്നുണ്ട്, അതിനപ്പുറത്തു നിന്ന് പണം കണ്ടെത്തണം. പണം നമുക്ക് ഇതൊക്കെ ഒന്ന് യുക്തിസഹമാക്കിക്കൂടെ? ഇപ്പോൾ യൂസർ ഫീസുകൾ, അത് റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും സർക്കാർ സേവനങ്ങൾക്കുള്ള യൂസർ ഫീസുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷ പോലെയുള്ള അല്ലെങ്കിൽ സാധാരണ ചെറുകിട വാഹനക്കാരെ ഒഴിവാക്കി കാറുകൾക്കും മറ്റുമൊക്കെ 10-15 രൂപ യൂസർ ഫീസ് സംസ്ഥാന പാത ഉപയോഗിക്കുമ്പോൾ വാങ്ങിയാൽ, അതും 15 കിലോമീറ്റർ അപ്പുറത്ത് വാങ്ങിയാൽ ഇതൊക്കെ മഹാ അപരാധമാണ്. നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് പ്രിൻസിപ്പിളിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇതൊരു ദിവസം അങ്ങ് നിന്ന് പോകില്ലേ? സംസ്ഥാനം ഈ മെഷീനറി അങ്ങ് നിന്ന് പോകില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അഭിലാഷ്, ഇവിടെ ഇതിനൊരു കേരള മോഡൽ ഉണ്ടല്ലോ. നമ്മൾ പതിറ്റാണ്ടുകളായി നമ്മൾ പുലർത്തി പോന്നിരുന്ന നമ്മളെ ചില ശീലങ്ങൾ, രീതികൾ, അതൊക്കെ മുൻനിർത്തി തന്നെ നമ്മളൊരു സമൃദ്ധിക്ക് കുറവില്ലാത്തൊരു സംസ്ഥാനമായിരുന്നു. പല കാര്യങ്ങൾ കൊണ്ട് നമ്മളങ്ങനെ ഒരു കാര്യത്തിലും പിറകിലല്ലാത്തൊരു സംസ്ഥാനമായിരുന്നു. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ കിഫ്ബി എന്ന ഒറ്റ പോയിന്റിൽ നമ്മളൊന്ന് ചർച്ച കേന്ദ്രീകരിച്ചാൽ, കിഫ്ബി 5 വർഷം കൊണ്ട്
പിന്നെ 50,000 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ കിഫ്ബി 8 വർഷം കൊണ്ട് അവർ 16,000 കോടി മാത്രമാണ് പൂർത്തിയാക്കിയതായിട്ട് അവർ തന്നെ പറയുന്നത്. പിന്നെ ഈ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫ് ബജറ്റ് ബോറോയിങ് ആണ് ഇവർ പറയുന്ന വലിയൊരു വിഷയം. ഈ ഓഫ് ബജറ്റ് ബോറോയിങ്ങിൻ്റെ വിഷയം എങ്ങനെ ഉണ്ടാകുന്നു? ഈ കിഫ്ബി ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ലക്ഷക്കണക്കിന് രൂപ തൊട്ട് 10,000 രൂപ വരെ ശമ്പളം വാങ്ങിക്കൊണ്ട് കിഫ്ബി എന്ന സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലിക്ക് കയറിയിട്ടുണ്ട്. ഈ കിഫ്ബി എത്രയോ കോടി രൂപ ഇവിടെ വാടക ഇനത്തിൽ സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ കണ്ടമാനം വായ്പ എടുത്തതൊക്കെ തോന്നിയതുപോലെയുള്ള പലിശ നിരക്കുകളിലാണ്. ഇവർക്ക് CAG പിന്നെ ഓഡിറ്റിംഗ് ഇല്ല. ഇത്തരത്തിലൊക്കെയുള്ള പലതരത്തിലുള്ള ധനകാര്യ മിസ്മാനേജ്മെന്റുകൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി അത് ബന്ധപ്പെട്ട ഇവർ തമ്മിലുള്ള ഭിന്നതകൾ സ്വാഭാവികമായിട്ടും കിഫ്ബിയുടെ കടമെടുപ്പിന് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിക്കകത്ത് പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് നയിക്കുകയും പല സംസ്ഥാനങ്ങളും അതിൻ്റെ ഇരയായിട്ടുണ്ട്. അങ്ങനെ നയിച്ചൊരു വിഷയമാണ് ഇവരിതിന് കാരണമായിട്ട് പറയുന്നത്. ഇവർ ഈ പറയുന്നത് കടമെടുത്ത് മുന്നോട്ട് പോകാനുള്ള അവസരമില്ലാതെയാകുന്നു എന്നാണ്. അല്ലാതെ ഇവിടെ ഒരു മൂലധന നിക്ഷേപമോ വിഭവ സമാഹരണമോ നടത്തുന്ന കാര്യമല്ല ഇവർ പറയുന്നത്. കടമെടുത്ത് ജീവോപായത്തിനുള്ള വകുപ്പ് ഇല്ലാതാക്കുന്നു എന്നാ പറയുന്നത്. അതിൻ്റെ നിബന്ധനകളൊക്കെ ലംഘിച്ച് കിഫ്ബി മുന്നോട്ട് പോയപ്പോഴാണ് അത് സംഭവിച്ചത്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട്, ധനകാര്യ മിസ്മാനേജ്മെന്റ്, അവരുടെ ഏകോപനമില്ലായ്മ, ധൂർത്ത്, അഴിമതി, അത് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനപരമായ നയങ്ങൾ മറ്റൊരു വശത്ത്, ഇത് രണ്ടിനും ഇടയിൽപ്പെട്ട് ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കപ്പെട്ട ആളുകളായിട്ട് മലയാളി മാറിയൊരു ദുസ്ഥിതിയിലാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിലാഷ് ചോദിച്ചല്ലോ 2026 ശേഷം നിങ്ങൾ വന്നാൽ ഈ പറഞ്ഞ കാര്യമൊക്കെ അല്ലേ തുടരുക എന്ന് ചോദിച്ചല്ലോ. ഞങ്ങൾ വന്നാൽ പഴയ കമലഹാസൻ്റെ ഇന്ത്യൻ സിനിമയിൽ പറഞ്ഞ പോലെ കപ്പലേറിപ്പോയാച്ച് സുത്തമാന ഊറാച്ച് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഈ നയങ്ങളൊക്കെ മാറ്റുമെന്നേ. ഒന്നാമതായിട്ട് ഈ കിഫ്ബിയിലെ ഇത്തരത്തിലുള്ള മിസ്മാനേജ്മെൻറ്റുകളും ധൂർത്തുകളും ഒക്കെ മാറിയാൽ തന്നെ കിഫ്ബി വൃത്തിയാവും. ഇപ്പം ഡ്യൂപ്ലിക്കേഷനാണ്. ഒരു PWD എന്നൊരു സ്ഥാപനമുണ്ട്, ഒരു കിഫ്ബിയുമുണ്ട്. ഇത് സമാന്തരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കിഫ്ബിയിൽ ആർക്കും ടെൻഡർ ഇല്ലാതെ ഏത് വർക്കും കൊടുക്കാം. ഏത് MLAയും പാർട്ടി ഏരിയ സെക്രട്ടറിയും എഴുതി കൊടുത്ത കിഫ്ബിയിൽ ഉടൻ പദ്ധതി പ്രഖ്യാപിച്ച് AS-ഉം TS-ഉം നൽകുകയാണ്. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സാമൂഹിക നീതിക്കുള്ള ഇടം കിഫ്ബിയിലില്ല. കാരണം SC/ST ഫണ്ട് അലോക്കേഷൻ കിഫ്ബിയിലില്ല. അതുപോലെ തന്നെ നിയമസഭ കൂടിയിട്ട് ഒരു ചർച്ച ചെയ്ത നിയമമൊക്കെ രൂപീകരിച്ച് തീരുമാനമെടുക്കേണ്ട അത്യാവശ്യം കിഫ്ബിയിലില്ല. കിഫ്ബി എന്നത് ഒരുപാട് കാണാച്ചരടുകളുള്ള കേരള ഗവൺമെന്റിന്റെ ഒരു വെള്ളാനയാണ്. അതിനെയൊക്കെ നേർവഴിക്ക് നയിച്ചാൽ തന്നെ കേരളത്തിന്റെ ഒരുപാട് സാമ്പത്തിക അധിക ഭാരം കുറയും. ഇത് തുടങ്ങി ഒരുപാട് ധൂർത്തുകളും ഒരുപാട് പിന്നെ മിസ്മാനേജ്മെന്റുകളുമാണ് ഈ സർക്കാരിന്റെ ദുസ്ഥിതി കാരണം. പിന്നെ സഖാവ് KT കുഞ്ഞിക്കണ്ണനൊക്കെ ഈ 2025 കാര്യത്തിന് മറുപടി പറയുമ്പോൾ പുള്ളി 90കളിലെ CPM-ന്റെ നയത്തിൽ നിന്നുകൊണ്ടാണ്, അങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ അതിനോട് പിന്നെ പ്രത്യേകിച്ച് പ്രതികരിക്കാനുണ്ട്. അതൊക്കെ പ്രേക്ഷകർ വിലയിരുത്തിക്കൊള്ളും. 91-ൽ തങ്ങൾ എതിർത്ത് ഇങ്ങനെ ചെയ്തു. പക്ഷെ 2005 അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരും പ്രയോക്താക്കളും അതിൻ്റെ പ്രണയതാക്കളും പ്രതിനിധീകരിക്കുന്നവരൊക്കെ ആയി മാറുന്ന ഒരു സാഹചര്യത്തിലെ വിമർശനങ്ങളെ 90കളിലെ കാര്യം പറഞ്ഞുകൊണ്ട് ഒക്കെ ന്യായീകരിച്ച് അല്ലെങ്കിൽ അബദ്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ഇതൊക്കെ കാണുന്നവർക്ക് ചിരി വരിക എന്നതിൻ്റെ അപ്പുറത്ത് അതൊക്കെ ഒരു കാര്യകാരണമായ ഒരു വിശദീകരണമാണോ? CPM ഇങ്ങനെ നിരന്തരമായിട്ട് നയം മാറുന്നതിലെ ആഭ്യന്തര ശൈഥില്യം തന്നെ ആ പാർട്ടിയെ വലിയൊരു ദുരന്തകർത്തത്തിലേക്ക് നാളെ അഭിലാഷ് സുധാകരൻ എന്ന കഴിഞ്ഞ ടൈമിലെ പൊതുമരാമത്ത് മന്ത്രിയോട് നിങ്ങളൊന്ന് അഭിപ്രായം ചോദിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നിങ്ങൾ തേടണം. ഒരു അഗ്നിപർവ്വത വിസ്ഫോടനം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തേക്ക് കണ്ടം ചെയ്ത് മാറ്റി നിർത്തി പുതിയ റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായി വന്നതോടുകൂടി എന്തൊക്കെ കൈകടത്തലുകളാണ് ഈ കിഫ്ബിയിൽ ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഏതായാലും ഓഫ് ബജറ്റ് ബോറോയിങ്ങിന്റെ പരിധിയിൽ നിന്ന് പോയതോടുകൂടി വലിയൊരു തീവട്ടിക്കൊള്ള അവർക്ക് നടക്കാതെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. വെള്ളാനകളെ കൊണ്ട് ഈ സംസ്ഥാനത്തെ ഇറങ്ങി പോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി ശ്രീ പ്രശാന്ത് മലവേൽ, ഇപ്പോ ടോള് പിരിക്കുന്നതിനെതിരെ സമരം ചെയ്യാൻ BJP-ക്ക് പറ്റുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ടോൾ വാങ്ങുന്നുണ്ട്, ദേശീയപാതയ്ക്ക് ടോൾ വാങ്ങുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും ടോൾ ആവാം, ഇവിടെ മാത്രം ടോളില്ല എന്ന് പറഞ്ഞ് യുവമോർച്ചയ്ക്ക് നാളെ സമരം ചെയ്യാൻ പറ്റുമോ?
ഒരിക്കലുമില്ല. ഞാനത് സൂചിപ്പിച്ചല്ലോ. ഞാൻ അതിൻ്റെ ആദ്യ ഭാഗത്തിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. കാരണം ഇവിടെ ടോള് വാങ്ങിക്കുന്നത് ഓൾറെഡി കിഫ്ബി എന്ന് പറയുന്നത്, ഈ കിഫ്ബി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ അത് പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളിൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് നിങ്ങളൊന്ന് മാറ്റിക്കൊടുക്കൂ. കിഫ്ബി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ് നിയന്ത്രിക്കുന്നത്, മുഖ്യമന്ത്രി തന്നെയാണ് അതിൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ വൈസ് ചെയർമാൻ ധനകാര്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു ഭാഗത്തുനിന്ന് കുറേ കടം മേടിക്കുന്നു, അതിന് പുറമെ ഈ ഒരു സംവിധാനം ഉണ്ടാക്കി അതും കുറേ കടം മേടിക്കുന്നു. ഇതിൻ്റെ എല്ലാം ബാധ്യത സംസ്ഥാനത്തെ ജനങ്ങൾ ഏൽക്കണമെന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഇനി ജനങ്ങൾ ഏൽക്കണമെന്ന് പറയുന്നിടത്തല്ല പ്രശ്നം. കേരളത്തിലെ മുഴുവൻ ടോളുകൾക്ക് മുൻപിലും സമരം നടത്തിയിട്ടുള്ള ഇടതുപക്ഷക്കാരൻ, കഴിഞ്ഞ മാസം വരെ സമരം നടത്തിയിട്ടുള്ള ഇടതുപക്ഷക്കാരൻ ഈ മാസം മുതൽ പറയുകയാണ്, ഞങ്ങൾ ഈ സംവിധാനം ഇതാ കുറച്ച് കൂടാരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പാതയിലും വരാൻ വേണ്ടി പോകുന്നു, നിങ്ങളുടെ കയ്യിലുള്ളത് കൂടി പിടിച്ചു വാങ്ങാൻ പോകുന്നു. എന്തിനു വേണ്ടി? കേരളത്തിൻ്റെ ധനസ്ഥിതി മോശമാണ്, കേരളത്തിൻ്റെ മിസ്മാനേജ്മെൻറ്റ്, ധനകാര്യ സംവിധാനത്തിൽ മിസ്മാനേജ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ റേഷൻ കടക്കാർ സമരത്തിലാണ്, പെൻഷൻകാർ സമരത്തിലാണ്, തുടങ്ങി സകല സംവിധാനം, KSRTC-ക്കാർ സമരത്തിലാണ്. അങ്ങനെ എല്ലാ ആളുകളും, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഓരോ വിഭാഗത്തിൽ സമരത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അധിക ബാധ്യത കൂടി സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്. ഓൾറെഡി ഇവർ പിരിക്കുന്നുണ്ട്. ഇവിടെ ടാക്സ് കൊണ്ടുവന്ന് കിഫ്ബിയാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അധിക സെസ് ഏർപ്പെടുത്തിയത് ഈ കിഫ്ബിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ അതും ഈ കിഫ്ബി മാനേജ്മെന്റ് ചെയ്യുന്ന പിണറായി വിജയനാണ് കൊണ്ടുപോകുന്നത്. ഈ തരത്തിൽ കൊണ്ടുപോകുന്നതല്ലാതെ ഇങ്ങോട്ട് തിരിച്ചൊന്നും കിട്ടുന്നില്ല. ഈ പാവപ്പെട്ട ജനത്തിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്നു എന്നതൊഴിച്ചാൽ വേറെയൊന്നും ഈ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഈ തിരുവല്ലത്ത് എന്തിനാണ് സമരം ചെയ്തിട്ടുള്ളത്? തൃശ്ശൂർ എന്തിനാണ് സമരം ചെയ്തിട്ടുള്ളത്? കൊല്ലം ബൈപ്പാസിൽ എന്തിനാണ് സമരം ചെയ്തിട്ടുള്ളത് DYFI? അപ്പോൾ എല്ലാത്തിൽ നിന്നും നയം മാറിക്കൊണ്ടിരിക്കുന്നു. കമ്പ്യൂട്ടറിനെതിരെ കമ്പ്യൂട്ടർ ബഗനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരുടെ നിലപാട് എന്താണ് ഇന്ന്? അദാനി വലിയ സംഭവമാണ്. BJPക്കെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അദാനിയല്ല. ഇപ്പോൾ വിഴിഞ്ഞത്ത് അദാനിയെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും, ബ്രൂവറിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ബ്രൂവറിയുടെ കാര്യത്തിൽ പോലും എല്ലാ കാര്യത്തിലും നയം മാറ്റിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യത്തിലും നയം മാറ്റുന്നു അത് തുറന്നു പറഞ്ഞാൽ മതി ജനങ്ങളോട്. ആക്ഷേപം. അപ്പോൾ നയം എന്ന് പറയുന്നത് ഇരുമ്പുലൊക്കെ അല്ലെങ്കിൽ വേണമെങ്കിൽ മാറ്റാവുന്നതുമാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, മർമ്മപ്രധാനമായ ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ കിഫ്ബി എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ കിഫ്ബി വരുത്തി വച്ചിട്ടുള്ള അമിതമായ ചെലവുകൾക്ക് കേരളത്തിലെ ജനങ്ങൾ അതിൻ്റെ ഭാരമേൽക്കണോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബിയുടെ വായ്പകൾ കേരളത്തിലെ ജനങ്ങളുടെ മുതുകത്ത് വന്ന് പതിക്കില്ലേ എന്ന് പ്രതിപക്ഷം ചോദിച്ചിരുന്നു. അന്ന് തോമസ് ഐസക് അതിന് ഓരോ തവണയും ആധികാരികമായി പറഞ്ഞുകൊണ്ടിരുന്നത് കിഫ്ബി എടുത്ത വായ്പകൾ കിഫ്ബി അടയ്ക്കും, അതിനുള്ള മെക്കാനിസം അതിനുണ്ട്, കിഫ്ബിക്ക് അതിൻ്റെ റവന്യൂ മോഡൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പഴയ കാര്യം വിടുകയാണ്. കിഫ്ബി എടുത്ത വായ്പകൾക്ക് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പിഴ മൂളണം എന്ന് വരികയാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, കിഫ്ബി വരുത്തി വെച്ച ധൂർത്തുണ്ട്. നോക്കൂ, ഇപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം അതിപ്പോൾ പരസ്യം കൊടുക്കേണ്ട, എന്തെങ്കിലും ഉൽപ്പന്നം വിൽക്കേണ്ട സംവിധാനമൊന്നുമല്ലല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മാസങ്ങളോളം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾക്കും എത്ര കോടി രൂപയുടെ പരസ്യമാണ് കിഫ്ബി കൊടുത്തിട്ടുള്ളത്? കൃത്യമായി അടുത്ത തെരഞ്ഞെടുപ്പായിരുന്നു അതിന്റെ ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെ വരുത്തി വെക്കുന്ന അധിക ചെലവുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ചെലവുകൾക്കും എല്ലാം കിഫ്ബിയുടെ പണം, കിഫ്ബി തന്നെ, കിഫ്ബിയുടെ കടം കിഫ്ബി വീട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിഫ്ബിയുടെ കടം വീട്ടാൻ കേരളത്തിൽ വീടിന് പുറത്തിറങ്ങുന്ന ഓരോ മനുഷ്യനും പണം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ കിഫ്ബി മോഡൽ ധൂർത്തിന്റെ പരാജയമാണെന്ന് എഗ്രി ചെയ്ത് ഇനിയിപ്പോൾ ഇങ്ങനെ പറ്റൂ, വേറെ വഴിയില്ല എന്ന് പറയുന്നതല്ലേ ഉചിതം? അല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനം നൗഷാദ് അലിക്കും അഭിലാഷിനൊക്കെ നടത്താം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ബജറ്റിന് പുറത്ത് വൻകിട പദ്ധതികൾക്ക്, വൻകിട സംരംഭങ്ങൾക്ക് മൂലനിക്ഷേപത്തിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇവിടുത്തെ ഈ രണ്ട് പാർട്ടിക്കാരുണ്ടല്ലോ, ഈ BJPക്കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞ എന്താണ്? ഈ സാമൂഹ്യ സേവന മേഖലകളിൽ നിന്ന്, ക്ഷേമ മേഖലകളിൽ നിന്ന് ഗവൺമെൻറ് അങ്ങ് പിന്മാറിയാൽ മതി, ചെലവ് ചുരുക്കിയാൽ മതി, ശമ്പളവും പെൻഷനും ഒക്കെ വെട്ടിക്കുറച്ചാൽ മതി, ഡൗൺ സൈസ് ചെയ്തവർ ഗവൺമെൻറ്റാണ്. അത് പാടില്ല. ഈ വിഖ്യാതമായ കേരളത്തിൻ്റെ ക്ഷേമരാഷ്ട്രഘടന, കേരള മാതൃക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ സുഹൃത്ത് നൗഷാദ് വലിയ അഭിമാനം കൊള്ളുന്നുണ്ട്. ആ കേരള മാതൃക 92-ൽ കരുണാകരൻ ഭരിക്കുമ്പോൾ ഇനിമേൽ കേരള മാതൃക, കേരള മോഡൽ ബാധകമല്ല എന്ന ലോക ബാങ്കിൻ്റെ വർക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഇവിടെ പ്രചരണം നടത്തിയ ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ.
മറന്നു പോകരുത്. ഞാൻ ഒരു കാൽപ്പനിക ആദർശത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഗൃഹാതിരത്തു നിന്നൊക്കെ സംസാരിക്കുന്നില്ല. ചരിത്രം എപ്പോഴും വർത്തമാനത്തോടാണ് മിസ്റ്റർ നൗഷാദ് അലി സംസാരിക്കുന്നത്. അത് നിങ്ങളെപ്പോലുള്ള കോൺഗ്രസുകാർക്ക് മനസ്സിലാവില്ല. ശരിയാണ്. കാലം മാറാണ്. ഭാവിയിൽ താങ്കൾക്ക് കേരളത്തിന്റെ ഇല്ല, ഈ കേരളത്തിൽ ഈ ക്ഷേമരാഷ്ട്രഘടനയെ നിലനിർത്തിക്കൊണ്ട് ബജറ്റിന് പുറത്ത് എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കാം, അതിന് മൂലധനം വിഭവം എങ്ങനെ കണ്ടെത്താം, ആ ഒരു പരീക്ഷണാത്മകമായ ശ്രമമാണ് കിഫ്ബി. ആ ശ്രമത്തെ നിങ്ങൾ കുറച്ച് കാണാൻ കഴിയില്ല. കേരളത്തിൽ 10 ലക്ഷം കുട്ടികളാണ് ഈ നൗഷാദിലൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഇവിടുത്തെ അൺഎയ്ഡഡ് ലോബിയിൽ നിന്ന് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് പൊതു സ്കൂളിൽ എത്തിയത്, സർക്കാർ സ്കൂളിൽ എത്തിയത്. സ്കൂളുകളുടെ സൗകര്യം വർദ്ധിച്ചപ്പോൾ നമ്മുടെ ഇടത്തരക്കാരും ഈ ഗൾഫ് പണക്കാരൊക്കെ എന്താണ് മക്കളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഈ കോഴിക്കോട് നഗരത്തിൽ നിങ്ങളൊന്ന് നടന്നു നോക്കിയാൽ മതി. നൗഷാദ് അലിയൊക്കെ രഹസ്യമായി സേവിക്കുന്ന ഇവിടുത്തെ വലിയ അൺഎയ്ഡഡ് ലോബി ഉണ്ടല്ലോ, ആ അൺഎയ്ഡഡ് ലോബിക്ക് കിഫ്ബിയെ തകർക്കേണ്ടത് ഈ പൊതുവിദ്യാഭ്യാസ തകർക്കേണ്ട താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നൗഷാദ് അലി കൈമലർത്തണ്ട. നൗഷാദ് അലി ഈ കേരളത്തിലെ അൺഎയ്ഡഡ് ലോബിക്ക് വേണ്ടി സംസാരിക്കുന്നു. ഈ കേരളത്തിൽ പൊതു സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്നതിൽ, അതിന് ഇന്റർനാഷണൽ സൗകര്യം ഉണ്ടാകുന്നതിൽ, ആ ഇന്റർനാഷണൽ സൗകര്യം ഉറപ്പുവരുത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്കൂളുകൾ ഉണ്ടാകുന്നതിൽ വിഷമമുണ്ട്. കഴിഞ്ഞ 31-ാം തീയതി ജനുവരി 31-ാം തീയതിയുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാമത്തെ പേജിൽ ഒരു വാർത്തയുണ്ട്. അത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നതിനെ കുറിച്ചാണ്. വലിയ ഡ്രോപ്പ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ശ്രീ നൗഷാദ് അലി. ആദ്യത്തെ ക്ലാസ്സിൽ എൻറോൾ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ ആനുഷംഗികമായി. അല്ല അഭിലാഷ്, ഞാനെപ്പോഴാണ് ഈ അൺഎയ്ഡഡ് ലോബിക്ക് വേണ്ടി സംസാരിച്ചത്? എൻ്റെ ഏതെങ്കിലും ഒരു സംസാരത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ ഞാൻ ഇകഴ്ത്തിക്കാട്ടി സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ പറയാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തതായിട്ട് പറഞ്ഞിട്ട് ഇവരങ്ങ് ഓരോ കാര്യങ്ങൾ പറയുന്നത് വിഷയദാരിദ്ര്യം കൊണ്ടായിരിക്കാം, വിഭവ ദൗർബല്യം ദൗർലഭ്യം കൊണ്ടായിരിക്കാം. ഞാൻ ഈ കിഫ്ബിയുടെ അൺഎയ്ഡഡും എയ്ഡഡും ഒന്നുമല്ല. എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം സമയം പോലെ മടങ്ങി. ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, ഞാൻ നേരത്തെ ഈ കിഫ്ബി പരസ്യം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. കിഫ്ബി പരസ്യം ചെയ്യേണ്ട ഒരു സംവിധാനമല്ല, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള ഒരു ഏജൻസിയാണ്, അല്ലെങ്കിൽ ഒരു SPV ആണ്. അത് സർക്കാരിന് വേണ്ടി പരസ്യം ചെയ്ത് കോടികൾ മുടിക്കേണ്ട സ്ഥാപനമായിരുന്നില്ല. ഇനി അതിൻ്റെയും കൂടി പിഴ ജനങ്ങൾ മൂളണമല്ലോ. ജനങ്ങളുടെ പെരടിക്കാണല്ലോ ഇപ്പോൾ ഇതിന്റെ ബാധ്യതകൾ വന്നു വീഴുന്നത്. രണ്ടാമത് നോക്കൂ, മസാല ബോണ്ട് ഇറക്കിപ്പോ അത് മസാല ബോണ്ട് ഇറക്കിയതിന് കുഴപ്പമൊന്നുമില്ല, കൂടിയ പലിശയ്ക്കാണ് മസാല ബോണ്ട് ഇറക്കിയത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ പലിശ നമ്മൾ ആ പറയുന്ന അന്താരാഷ്ട്ര സ്ഥാപനത്തിന് കൊടുക്കണം. അന്ന് തോമസ് ഐസക് പറഞ്ഞ ന്യായം നമുക്ക് ഇന്റർനാഷണൽ എക്സ്പോഷർ വേണം. അപ്പോൾ ഇന്റർനാഷണൽ എക്സ്പോഷർ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? പിന്നെ നമ്മൾ തുടർച്ചയായി വീണ്ടും ഈ പറഞ്ഞ വിദേശ വിപണികളിൽ ഇടപെട്ടോ? ഇല്ല, അതുകൊണ്ട് കഴിഞ്ഞു. ഇങ്ങനെ യാതൊരു തരത്തിലും തത്വദീക്ഷയില്ലാതെ വരുത്തിവെച്ച ബാധ്യതകൾക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്താപം പറയാനുള്ള വേദി കൂടിയായി ഈ ടോൾ പിരിക്കൽ നിയമം മാറുമോ? നിയമസഭയിൽ അതിന്റെ ചർച്ച നടക്കുമ്പോൾ അങ്ങനെ ഒരു പശ്ചാത്താപ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാവുമോ? അല്ല, കിഫ്ബി പരസ്യം കൊടുക്കുന്ന ഏത് സാഹചര്യത്തിലാണ്? കിഫ്ബിയെ ഭയങ്കരമായിട്ട് അപകീർത്തിപ്പെടുത്തുകയാണ്. ഇവിടെ ഈ കുഴനാടൻ തൊട്ടി കോൺഗ്രസിന്റെ എന്തെല്ലാം നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ ഇത് ആകാശകുസുമായി നടക്കാൻ പോകുന്നില്ല, മലർപ്പൊടിക്കാരുടെ സ്വപ്നാണെന്നാണ് അസംബ്ലി പറഞ്ഞത്. നടന്നല്ലോ. കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, അടിസ്ഥാന സൗകര്യ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കിഫ്ബി വഴി കേരള സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സംരംഭത്തെ, അത്തരം ഒരു പരീക്ഷണത്തെ തകർക്കാനുള്ള അപകീർത്തികരമായ പ്രചരണം നടക്കുമ്പോൾ കിഫ്ബിക്ക് പരസ്യം കൊടുക്കേണ്ടി അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. മാസങ്ങളിൽ പ്രതിപക്ഷങ്ങളുടെയും MLA-മാർക്ക് വേണ്ടി, അതായത് ഓരോ മണ്ഡലവും ഞങ്ങൾ എങ്ങനെ വികസിപ്പിച്ചു എന്നതിനെ കുറിച്ചുള്ള നമ്മൾ ഈ ഫ്യൂച്ചർ ഫെസ്റ്റിവലിന്റെ പോലുള്ള ഒരു അല്ല അഭിലാഷേ, ഈ എല്ലാ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഓരോ സർക്കാരും അവരുടെ വികസന പദ്ധതികൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് ഇതാർക്കും അറിയാത്തത്? ഇത് കർണാടക സർക്കാരും ആന്ധ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും പരസ്യം കൊടുക്കും. മാത്രം ആ പരസ്യം അല്ല, ഞാൻ എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ സർക്കാർ വേണ്ടി സംസാരിക്കുക. മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ കച്ചവടക്കാര് ശരി എന്തായാലും നമുക്ക് വിദ്യാഭ്യാസ കച്ചവടക്കാർ രക്ഷയില്ല. അതാ അവരുടെ പ്രശ്നം. എന്തായാലും ടോള് വന്നാൽ വലിയ സമരം പ്രതീക്ഷിക്കാം. അപ്പോഴും നമുക്ക് എന്തായാലും വരാൻ പോകുന്ന വർഷം തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതിനു മുമ്പ് നമുക്ക് വളരെ ഹീറ്റഡ് ആയ പല കാര്യങ്ങളും കാണാമെന്ന് വിചാരിക്കാം. സമയം അതിക്രമിച്ചു. 4 പേർക്കും വളരെ നന്ദി.
അടുത്ത ദിവസം ബജറ്റ് വരുമ്പോൾ ഇത് കുറച്ചുകൂടി വിശാലമായ ചർച്ചയ്ക്ക് നമുക്ക് വിധേയമാക്കുകയും ചെയ്യാം. സൂപ്പർ പ്രൈം ടൈം ഇപ്പോൾ അവസാനിക്കുന്നു. നമസ്കാരം.